ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. സന്തോഷമുള്ളവരൊക്കെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എത്രത്തോളം സമയം നമുക്ക് ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ, ആത്മാവിന്റെ ഒരു പരിവർത്തനം ഇതുവരെയും ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ നടന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. വിശേഷാൽ ഈ EMF എബനേസർ മലയാളം ഫെലോഷിപ്പിന്റെ സഹോദരിമാരുടെ സിംഗപ്പൂരിലെ ഹല്ലേലൂയ ഈ കൂട്ടായ്മ പ്ലാറ്റ്ഫോമിലേക്ക് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി ഹല്ലേലൂയ സ്തോത്രം അവന്റെ സാക്ഷിയുമായി നിൽപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ ഒരു കോളിങ് സ്തോത്രം നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം മീറ്റിംഗിന്റെ ചെയർമാൻ ആയിരിക്കുന്ന ടേബ സിസ്റ്ററിലൂടെ എന്നെ ഹല്ലേലൂയ ക്ഷണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ സഹോദരിമാരുടെ കൂട്ടായ്മയാണ് എങ്കിൽ പോലും ഹല്ലേലൂയ അഭിഷിക്ത ദൈവദാസന്മാരൊക്കെ ഉള്ളതായിട്ട് കാണുന്നു. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ എന്നെ ഈ മീറ്റിംഗിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട റോയ് പാസ്റ്റർ, അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അതിരാവിലെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥനാ സംഗമത്തിൽ കൂടി വന്ന് ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം അവിടെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി. അത് ഈ സിംഗപ്പൂരിന്റെ ദേശത്ത് ഹല്ലേലൂയ കേരളത്തിന്റെ ഒരു കൊച്ചു കോണിൽ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എന്റെ ശബ്ദം മുഴങ്ങുവാൻ തക്കവണ്ണം അനേകര് ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെല്ലാമായി ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സ്വന്തമായി പുകഴുവാനൊന്നുമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. അതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചുകൊണ്ട് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ തുടർന്നുള്ള ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്യുന്നത് പോലെ ശുശ്രൂഷയിലേക്ക് കടക്കാം. എത്രത്തോളം സമയം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ഗീതങ്ങൾ നമുക്ക് കേൾപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ അത് പാടുവാൻ കർത്താവ് ഉപയോഗിച്ച ആ പൈതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് അറിയുവാൻ കഴിയുന്നത് ഞാൻ താമസിക്കുന്ന ഈ കോട്ടയത്തിന്റെ പരിസരത്ത് തന്നെയാണ്, അല്ലെ ഈ കോട്ടയത്തിന്റെ ദേശത്താണ് പ്രിയ ജിറ്റു മോളെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. സ്തോത്രം. ശേഷം ഹല്ലേലൂയ ലീഡ് ചെയ്ത അഭിഷിക്ത ദൈവദാസി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മെ സഹായിച്ച പ്രിയ സിസ്റ്ററിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും നന്ദിയെയും അറിയിച്ചുകൊണ്ട് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഒരു സ്തോത്രം ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാം. സ്തോത്രം. ദൈവത്തിന്റെ വചനം 84 സങ്കീർത്തനം 10 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. യഹോവേ, അങ്ങയുടെ പ്രാകാരങ്ങളിൽ കഴിക്കുന്ന ഓരോ ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. ഹല്ലേലൂയ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മള് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹല്ലേലൂയ ആ ആത്മീയ കാര്യങ്ങളിലേക്ക് നാം കടക്കും. ഹല്ലേലൂയ സ്തോത്രം. അതാണ് നമ്മൾ കിടക്കണം, അതാണ് നമുക്ക് ഏറ്റവും ഉത്തമം. എന്നാലും നമ്മൾ അനേക കാര്യങ്ങളുടെ ആ മധ്യത്തിൽ ആകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയായി നമ്മൾ എഴുന്നേൽക്കുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പലവിധമായ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു സമയം, ഹല്ലേലൂയ ഒരു നിമിഷം, ഒരു ദിവസം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഇരിക്കുവാൻ ലഭിക്കുന്ന ആ അല്പസമയം മറ്റ് എന്തിനേക്കാളും വിലയേറിയതും ഭാഗ്യ പദവിയുമായി സ്തോത്രം ഞാൻ കരുതുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ദൈവം എഫെസ്യർ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയും. അതേ പ്രിയമുള്ളവരെ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച നമ്മിൽ ഹല്ലേലൂയ ദൈവം പകർന്നിരിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ആ ആത്മശക്തിയാൽ ഹല്ലേലൂയ നാം പലതും ചോദിക്കും. നാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നമ്മുടെ മുമ്പിൽ അത് വലുതാണെങ്കിലും ദൈവത്തിന്റെ മുമ്പിൽ
വളരെ ചെറുതായ ആ കാര്യങ്ങളാണ് നാം ചോദിക്കുന്നതെങ്കിൽ പോലും ഹല്ലേലൂയ, നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ, ഹല്ലേലൂയ, അതെ, വിശ്വാസമുള്ളവരൊക്കെ ഒന്ന് സ്തോത്രം ചെയ്തേ. നമുക്ക് പലതും ചെയ്യുവാൻ കഴിയും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, സ്തോത്രം. അതെ, നാം ഹല്ലേലൂയ സ്തോത്രം എങ്ങനെയാണ് നമ്മുടെ ഹല്ലേലൂയ ഭുജബലത്തിലോ നമ്മുടെ ശക്തിയിലോ അല്ല, നമ്മുടെ ഒരു സമർപ്പണത്തില്, നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്വത്തിൽ നമുക്ക് പലതും ചെയ്യുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം ഇവിടെ അനുശാസിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരു വേദഭാഗം ഇപ്പോൾ വായിക്കാവുന്നതാണ്. അപ്പസ്തോല പ്രവൃത്തി 1:8 ആരെങ്കിലും ഒന്ന് വായിച്ചാൽ നമ്മുടെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കാൻ പറ്റുമല്ലോ. ഇല്ലെങ്കിൽ എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് അടിയങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഈ ജനത്തെ എല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണം. ശുശ്രൂഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഏവർക്കും അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുമാറാകണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. നാം വായിച്ച വചനം ഇങ്ങനെയാണല്ലോ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിൽ എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകും. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു സ്ഥലം കണ്ട് ഒതുങ്ങുന്നതല്ല. സ്തോത്രം. നാം ആയിരിക്കുന്ന ഇടങ്ങളില്, സ്തോത്രം, നമ്മുടെ ചുറ്റുപാടുകളില്, ജാതികളുടെ ഇടയില്, ഭൂമിയുടെ അറ്റത്തോളം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാകും. ആരാ? നാം ഓരോരുത്തരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ച നാം എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാക്ഷികളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സ്ഥലത്ത് മാത്രമാണോ? അല്ല, ഭൂമിയുടെ അറുതികളിലൊക്കെയും. അതുകൊണ്ടാണല്ലോ ഈ കോട്ടയത്തിന്റെ ഒരു ദേശത്ത്, ഒരു കൊച്ചു ഗ്രാമത്തിലായിരിക്കുന്ന എനിക്ക് ഹല്ലേലൂയ ഈ സിംഗപ്പൂരിന്റെ ദേശത്ത് എന്റെ ശബ്ദത്തെ മുഴുവാൻ ദൈവം സഹായിച്ചത്. സ്തോത്രം. അവിടെ മാത്രമല്ല, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേക രാജ്യങ്ങളിൽ ഈ ശബ്ദം മുഴങ്ങുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഈ ശബ്ദം? എന്റെ ശബ്ദമല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹല്ലേലൂയ സ്വർഗാരോഹണത്തിന് മുമ്പ്, അല്പം മുമ്പ്, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചിട്ട് കർത്താവ് ഹല്ലേലൂയ അവരോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നാം വായിച്ചത്. അതിന്റെ 4-ാം വാക്യത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. സ്തോത്രം. ഇവിടെ ഒരു കാത്തിരിപ്പിനെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെ, എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തം. ഹല്ലേലൂയ. ദൈവത്തോട് കേട്ട, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കേട്ട വാഗ്ദത്തം എന്താ? ഹല്ലേലൂയ, സ്തോത്രം, പരിശുദ്ധാത്മാവ്. മത്തായിയുടെ സുവിശേഷം സ്തോത്രം അതിന്റെ 7:11 പറയുന്നുണ്ട്. സ്തോത്രം. ദ്വേഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, സ്തോത്രം, നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായി നന്മ നിങ്ങൾക്ക് നൽകുകയില്ലയോ? സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ എന്താ? പരിശുദ്ധാത്മാവ്. സ്തോത്രം. നാം വിചാരിക്കും ഒരുപക്ഷെ നമുക്ക് നമ്മുടെ കഷ്ടതയില്, നമ്മുടെ സങ്കടത്തില്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധിയിൽ നാം എന്താണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധി വരുത്തിയ ആ മേഖല എന്താണ്, അത് കിട്ടിയാൽ നാം
ഹാലലിയ സ്തോത്രം സന്തോഷമാകും എന്ന് വിചാരിക്കും. എന്നാൽ അല്ല. ഹാലലിയ സ്തോത്രം. നമുക്കൊരു രോഗം വന്നു, അത് സൗഖ്യമായാൽ ഹാലലിയ സ്തോത്രം അപ്പോൾ നാം സന്തോഷിക്കും. എന്നാൽ വീണ്ടും ആ രോഗം വരാം. നമുക്ക് സമ്പത്ത് വർദ്ധിക്കും. ഹാലലിയ സ്തോത്രം. എന്നാൽ ആ സമ്പത്ത് ഹാലലിയ സ്തോത്രം മറ്റൊരു തരത്തിൽ ഹാലലിയ അത് ക്ഷയിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്ഥിരമായ ഒന്നും ഈ ഭൂമിയിലില്ല. സ്തോത്രം. ഉണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നന്മ ഹാലലിയ സ്തോത്രം ദൈവം ചെയ്ത വാഗ്ദത്തം, നമ്മോട് ചെയ്ത വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിനെ പ്രാപിക്കുന്ന ഹാലലിയ സ്തോത്രം നമുക്ക് ഓരോരുത്തർക്കും അടങ്ങിയിരിക്കാൻ കഴിയില്ല. സ്തോത്രം. ഹാലലിയ. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് ഹാലലിയ സ്തോത്രം ഒരിക്കലും അടങ്ങിയിരിക്കാൻ കഴിയില്ല. സ്തോത്രം. ഒരുപക്ഷെ ആരും അവരെ അറിയുന്നില്ല എങ്കിൽ ഹാലലിയ അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഹാലലിയ അനേക പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എട്ടിവിൽ നിൽക്കുകയായിരിക്കുക. സ്തോത്രം. ഹാലലിയ. അങ്ങനെ ഹാലലിയ സ്തോത്രം ഈ ഒരു ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് എന്നെ ക്ഷണിച്ചതോർത്ത് സ്തോത്രം ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഹാലലിയ സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ. ഇന്ന് നമുക്ക് ആരംഭത്തിൽ തന്നെ ഹാലലിയ ഫേബർ സിസ്റ്ററിലൂടെയും പ്രാർത്ഥിച്ച സിമി സിസ്റ്ററിലൂടെ ഒക്കെ കേൾക്കാനിടേ കഷ്ടം മാത്രമാണോ ദൈവം നമുക്ക് തരുന്നത്? അല്ല. നമുക്ക് സന്തോഷത്തിന് അനേക വക തരുന്നുണ്ട്. സ്തോത്രം. നമ്മുടെ സന്തോഷം പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം എന്തെന്ന് അത് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. സ്തോത്രം. ഈ സന്തോഷത്തിന്റെ പിന്നിലാണ് ഹാലലിയ സ്തോത്രം ബാക്കി എല്ലാ കഷ്ടതയും. നമ്മൾ ആത്മാവിൽ സന്തോഷിക്കുന്നവരായി, ആത്മാവിൽ ഉല്ലസിക്കുന്നവരായി, ആത്മാവിനെ പ്രാപിച്ചവരായി ഹാലലിയ സ്തോത്രം നാം ഇരിക്കുമ്പോൾ നാം ഹാലലിയ ആയിരിക്കുന്ന കഷ്ടതയുടെ ഹാലലിയ പരിധിക്ക് അപ്പുറത്ത് സ്തോത്രം ഒരു സന്തോഷത്തിന്റെ മേഖലയിലേക്ക് നാം ഉയർന്നു പോവുകയാണ്. നാം അസാധാരണ ബലമുള്ളവരായി തീരുകയാണ്. അസാധാരണമായ ഒരു ശക്തി, ഒരു സാധാരണ ശക്തിയല്ല ഹാലലിയ ഒരു കുടിക്കുന്ന വെള്ളത്തിന്റെയോ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ നമ്മെ ഹാലലിയ സ്തോത്രം നമ്മുടെ പ്രിയപ്പെട്ടവരൊന്നും വന്ന് തട്ടി ആശ്വസിപ്പിക്കുന്ന ശക്തിയല്ല, ആ ആശ്വാസമല്ല. അതിനേക്കാളെല്ലാം ഹാലലിയ സ്തോത്രം ഹാലലിയ ആ നിത്യമായ ആ ശക്തി, ആശ്വാസം നമുക്ക് ആ സന്തോഷം പ്രാപിപ്പാൻ ഇടയാവും. സ്തോത്രം. ഹാലലിയ. ഞാൻ സ്തോത്രം ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല വചനം പറഞ്ഞ്. കാരണം എല്ലാവരും എന്നേക്കാൾ അധികമായിട്ട് വചനം അറിയാവുന്നവരും വചനത്തിൽ നല്ല പ്രാവീണ്യം ഉള്ളവരുമാണ്. അതുകൊണ്ട് സ്തോത്രം ഞാൻ അല്പമായി എന്റെ സാക്ഷ്യത്തിലേക്ക് കടക്കാം. നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ ഞാൻ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതാണ്. സിസ്റ്റർ, എത്ര മണി വരെയാണ് എന്റെ സമയം എന്ന് പറയുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സിസ്റ്റർ 9:55 വരെ അല്ലെങ്കിൽ 10 വരെ. ഓക്കെ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പേര് സ്തോത്രം. നിങ്ങൾ എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ആത്മാവിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഹല്ലേലൂയ ആത്മാവിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ആത്മാവിൽ ദൈവം ടച്ച് ചെയ്യുവാൻ ഇടയാകണം. എങ്കിലും നമ്മൾ ഈ ചിലവഴിക്കുന്ന സമയത്തിന് ഹല്ലേലൂയ സ്തോത്രം ഒരു ഫലമുള്ളൂ. സ്തോത്രം. നമ്മൾ കുറച്ച് സമയം ഹല്ലേലൂയ ഇതിന്റെ മുമ്പിലിരുന്നു എന്തൊക്കെയോ കേട്ടു നമ്മൾ പോയിട്ട് കാര്യമില്ല. ഇന്ന് ഹല്ലേലൂയ ഒരു വാക്കെങ്കിലും ഹല്ലേലൂയ സ്തോത്രം ഒരു വചനമെങ്കിലും നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ സ്പർശിക്കുവാൻ ഇടയാകണമെന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. റമനദുരകൾ ഖമനദുരഘടക അന്തർച്ചകനദുരഘടക. ഹല്ലേലൂയ. ഓഷബലദുരകൾ ഖമനെ. കർത്താവേ അപ്പാ ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളെ നൽകണമേ, കാലാവസ്ഥകളെ നൽകണമേ. പ്രതിസന്ധികളെല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മാറിപ്പോട്ടെ. സകല തടസ്സങ്ങൾ പൈശാചിക മേഖലകൾ ഉടഞ്ഞു മാറട്ടെ കർത്താവേ. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് ചെയ്ത വലിയ കാര്യങ്ങളെ ഹല്ലേലൂയ സ്തോത്രം അവിടുന്ന് ഹല്ലേലൂയ പ്രസ്താവിപ്പാൻ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ പേര് ജയകുമാരി എന്നാണ്. സ്തോത്രം. ഞാന് ഹല്ലേലൂയ സ്തോത്രം കോട്ടയം ജില്ലയില് മീനച്ചിൽ താലൂക്കില് ഈരാറ്റുപേട്ടയ്ക്ക് അടുത്ത് തലപ്പലം എന്ന ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. എന്റെ മാതാപിതാക്കൾ ഹല്ലേലൂയ സ്തോത്രം മാതാപിതാക്കൾക്ക് ഞങ്ങൾ 5 മക്കളാണ്. സ്തോത്രം. ഞാനൊരു ഹൈന്ദവ പാരമ്പര്യത്തില് സ്തോത്രം ജനിച്ച് വളർത്തപ്പെട്ടു. എന്റെ പിതാവ് നാരായണപിള്ള, അമ്മ അമ്മുക്കുട്ടിയമ്മ, എന്റെ ചേച്ചിയുണ്ട് വത്സലകുമാരി എന്നാണ് പേര്. ഞാൻ ജയകുമാരി, എന്റെ അനുജൻ ബാബു, അതിന്റെ അനുജൻ രാജേഷ്, ഇളയ ഒരു സഹോദരി സിസ്റ്റർ സൗമ്യ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. സ്തോത്രം. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇത്രയും പേരടങ്ങുന്ന ഞങ്ങളുടെ കുടുംബം ഹല്ലേലൂയ ഹിന്ദു മത ആചാര പ്രകാരത്തിലുള്ള സ്തോത്രം വിശ്വാസ
വിശ്വാസത്തിൽ വളർന്നു വരുവാനും ക്ഷേത്രത്തോടൊക്കെ ഹല്ലേലൂയ സ്തോത്രവും ഏറ്റവും അടുത്ത് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾക്ക് ജീവിക്കുവാൻ അതിന്റെ ആചാരക്രമങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠയോടെ തന്നെ ഞങ്ങളെ ചെറുപ്പത്തിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചു പോന്നു. ഞങ്ങൾക്ക് കുടുംബപരമായി ക്ഷേത്രം ഉണ്ട്, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. സ്തോത്രം. എങ്കിലും ഞാൻ പറയുകയാണ് സ്തോത്രം. അതിൽ നിന്നെല്ലാമാണ് കർത്താവ് എന്നെ സ്തോത്രം വിളിച്ച് വേർതിരിക്കാൻ ഇടയായത്. എന്റെ അറിവിലാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരും തന്നെ ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വന്നതോ ഒരു പെന്തക്കോസ്ത അനുഭവമോ എനിക്ക് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ അധികം പേരൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. സ്തോത്രം. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് വിളിച്ച വിളിക്കൊത്തവണ്ണം നിൽക്കുവാൻ ഇതുവരെയും സഹായിച്ചു. അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. സ്തോത്രം. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ സ്തോത്രം എന്റെ ബാല്യകാലം വളരെ ഹൈന്ദവ ആചാരപ്രകാരമാണെങ്കിൽ പോലും വളരെ ഭക്തിയോടെ ഞങ്ങള് എല്ലാ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ഒക്കെ പോകുകയാണെങ്കിൽ അത്രയും വീട്ടുകാർക്ക് ഇഷ്ടമാണ്. അതുപോലെ സന്ധ്യാപ്രാർത്ഥനയും പ്രഭാതത്തിലുള്ള ആ കൃത്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോന്നു. അങ്ങനെ എൻ്റെ ബാല്യകാലം വിദ്യാഭ്യാസ കാലമെല്ലാം കഴിഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ 23-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു. എന്നെ വിവാഹം കഴിച്ചത് പാല 12 മൈൽ എന്ന സ്ഥലത്ത് ആണ്. എൻ്റെ ഹസ്ബൻഡ് മോഹൻദാസ്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ക്ലർക്കായിരുന്നു. സ്തോത്രം. എൻ്റെ വിവാഹം 88 സ്തോത്രം മെയ് 29-നായിരുന്നു എൻ്റെ വിവാഹം. സ്തോത്രം. വിവാഹം കഴിഞ്ഞ് ഏകദേശം 1 വർഷവും 6 മാസവും കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ചങ്കിന് വേദന ഉണ്ടായി. സ്തോത്രം. ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചാണ്. വേദന അതികഠിനമായി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാൻ ഇടയായി. എന്നാൽ ആ ഹോസ്പിറ്റലിൽ എന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ചങ്കിന്റെ ഈ ഭാഗം വരെയും കാലിൽ നിന്ന് ഒരു മരവിപ്പ് പോലെ കയറി വന്ന് കംപ്ലീറ്റ് സ്തംഭിച്ചു പോകുവാൻ ഇടയായി. ശരീരം അനക്കുവാനോ ശരീരമുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യത്തക്ക വിധത്തിലുള്ള യാതൊരു അനുഭവമില്ല. ശരീരമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്നാൽ അതികഠിനമായ വേദന. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ആ വേദന ചങ്കിന്റെ ഈ T4 ലെവലിൽ ബാൻഡായിട്ട് കംപ്ലീറ്റ് തളർന്നു പോകുവാൻ ഇടയായി. സ്തോത്രം. എന്റെ ശരീരത്തിലെ പ്രവർത്തനങ്ങളെല്ലാം നിലച്ചു. യൂറിൻ പോകാതായി, മോഷൻ സ്തംഭിച്ചു. അപ്പോൾ ഞാൻ സ്തോത്രം 2 മാസം പ്രഗ്നന്റ് ആയിരുന്നു. സ്തോത്രം. ഏകദേശം 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് അബോർഷനായി. ഇങ്ങനെ പോകുവാനിടയായി. സ്തോത്രം. ഇതൊന്നും പോകുന്നുണ്ടെങ്കിലും അബോർഷൻ സംഭവിച്ചത് ഇതൊന്നും എനിക്ക് അറിയുവാൻ കഴിയുന്നില്ല. സ്തോത്രം. അങ്ങനെ ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഒരു ജീവൻ മരണ പോരാട്ടം മെഡിക്കൽ കോളേജിന്റെ ഹല്ലേലൂയ സ്തോത്രം 3-ാം വാർഡില് 5-ാമത്തെ ബെഡിലാണ്. സ്തോത്രം. എന്റെ ബോധം പോകുവാൻ ദൈവം അനുവദിച്ചില്ല. കൈകൾക്ക് 80% എനിക്ക് ബലം ആരോഗ്യമുണ്ടായിരുന്നു. കൈ ഇത്ര ഭാഗം കൈ അനക്കാം, നല്ല ബോധമുണ്ട്, സംസാരിക്കാം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വളരെ ഭാരത്തില് ഈ അബോർഷനും ഒക്കെ ആയതിന്റെയും എല്ലാം ക്ഷീണത്തിലും വളരെ ബുദ്ധിമുട്ടില് ഞാനിങ്ങനെ സ്തോത്രം ഇനി മുമ്പോട്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ലാതെ ഒരു ജീവൻ മരണ പോരാട്ടത്തിന്റെ മധ്യത്തിൽ ഒരു ദിവസം ഒരു മധ്യാഹ്ന സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്കല് സ്തോത്രം ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ കടന്നു വന്നിട്ട് പെട്ടെന്ന് ഒരു നോട്ടീസ് ഇങ്ങനെ കട്ടിലെ കൊണ്ടുവന്ന് ഇട്ടിട്ട് അമ്മയോട് എന്തോ ചോദിച്ചെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, അത്രത്തോളം അങ്ങ് ഓർമ്മ നിൽക്കുന്നില്ല. സ്തോത്രം. എന്നോട് പറഞ്ഞു, യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞിട്ട് ഈ അപ്പച്ചൻ അങ്ങോട്ട് പോയി. അപ്പൊ ഞാനിങ്ങനെ നോക്കിയപ്പം ഒരു വെള്ള ഷർട്ട് മുണ്ടോക്കിയിട്ട് സ്കെൽറ്റായിട്ടുണ്ട് ഒരു സാധാ ഒരു അപ്പച്ചനാ. അപ്പച്ചനങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളത്തില് വളരെ ഒരു ചിന്ത, എന്താണ് യേശു സൗഖ്യമാക്കും എന്ന് പറയുവാൻ കാരണം. സ്തോത്രം. അപ്പോൾ ഞാന് ഒരു ഹൈന്ദവ ആചാരത്തിന് ആ വിശ്വാസത്തിൽ വളർന്ന ആളാണല്ലോ. സ്തോത്രം. ഹൈന്ദവ ആചാരപ്രകാരം 33 കോടി ദേവന്മാരുണ്ടെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എനിക്ക് അത്രയൊന്നും ദേവന്മാരെ എനിക്ക് സ്തോത്രം എനിക്ക് അറിയാവുന്നത് 10 അവതാരങ്ങളെ കുറിച്ചും ആ
ദേവന്മാരെ കുറിച്ചും അതിൻ്റെതായ ഉപദൈവങ്ങൾ അങ്ങനെയൊക്കെ നമ്മള് ദൈവങ്ങളുണ്ട്. എന്നാലും 33 കോടി ദേവന്മാരെ ഒന്നും എനിക്കറിയില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ വിചാരിച്ച സ്തോത്രം, ഞങ്ങൾക്ക് പ്രധാനമായി ഞങ്ങളുടെ ഒരു ആരാധന പുരുഷൻ അല്ലെ ആരാധിക്കുന്ന ഒരു ഇത് ത്രിമൂർത്തികളാണ്. സ്തോത്രം. അത് സൃഷ്ടിസ്ഥിതി സംഹാരം ഈ 3 വ്യവസ്ഥയിലാണ് ഈ ലോകം നിലനിൽക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിച്ച് പോന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ഞാൻ ഈ വിശ്വസിക്കുന്ന ഈ 3 ദൈവങ്ങള് ആ സൃഷ്ടിസ്ഥിതി സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവാണ്, സ്ഥിതിയെ പരിപാലിക്കുന്നത് വിഷ്ണുവും, ഹല്ലേലൂയ സ്തോത്രം, സംഹരിക്കുന്നത് ശിവനുമാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ പൂർണ്ണമായ ആശ്രയം നമ്മൾ വെച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ അപ്പൊ ഞാൻ ചോദിച്ചു, ഇത്രത്തോളം ഈ ഭൂമിയെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംഹരിക്കാൻ അല്ലെങ്കിൽ നമ്മെ മരിപ്പിക്കുന്ന ഈ ദൈവത്തിന് എന്തുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയുന്നില്ല? എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം എന്ന് പല രീതിയിൽ ഞാൻ ചിന്തിച്ചു. സ്തോത്രം. അന്ന് സ്തോത്രം ദൈവമക്കളെ, രാത്രിയിൽ എനിക്ക് ആദ്യം ഉണ്ടായതുപോലെ ഒരു പെട്ടെന്ന് അതികഠിനമായ ചങ്കിന് വേദന വീണ്ടും രണ്ടാമതുണ്ടായി. ഞാന് വേദന കൂടുതലായി. പെട്ടെന്ന് ഡോക്ടർമാർ വന്ന് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്ന് ഞാൻ മയങ്ങി കിടക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഒരു വിഷൻ ഇങ്ങനെ കാണുവാനിടയായി. സ്തോത്രം. ഒരു വലിയ സ്ക്രീന്, ബ്ലാക്ക് സ്ക്രീന് ഇങ്ങനെ ദൂരേന്ന് നടന്ന് എൻ്റെ അടുത്തേക്ക് വരുക. സ്തോത്രം. പെട്ടെന്ന് അത് എൻ്റെ കാലിൽ സ്പർശിച്ചു. സ്ലോ ആയിട്ടാണ് വരുന്നത്. വന്ന് എൻ്റെ ഈ ചങ്കിന്റെ ഇവിടം വരെ ആയപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം മനസ്സിലായി. ഞാനിപ്പോൾ മരിക്കുമെന്ന് എനിക്ക് ഒരു ബോധ്യം വന്നു. ഞാൻ പെട്ടെന്ന് സ്തോത്രം. അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞ്, ചെറുപ്പം തൊട്ടേ എനിക്ക് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. സ്തോത്രം. നല്ലത് ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകുമെന്നും തിന്മ ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകുമെന്നും അങ്ങനെ നമ്മളോട് പറഞ്ഞ്, അങ്ങനെ ഒരു ഉള്ളിൽ ദൈവ ഭയവും തിന്മ ചെയ്യുവാനുള്ള ഭയവും ഒക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു. സ്തോത്രം. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനിച്ചു, മരിച്ചാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. ഞാൻ ഏത് ദൈവത്തെ വിളിക്കും? അതാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഇത്ര നാള് ഞാൻ വിശ്വസിച്ചു പോന്ന ഈ ദൈവങ്ങളൊക്കെ ഉണ്ട്. അവരെ വിളിച്ചാൽ അവർ ദൈവമല്ലെങ്കിൽ എന്ത് ചെയ്യും? യേശുവാണ് സൗഖ്യമാക്കുന്നേ പറഞ്ഞുള്ളൂ. യേശു ദൈവം എന്ന് പറഞ്ഞില്ല. യേശുവാണ് സൗഖ്യമാക്കുന്നത്. അപ്പൊ യേശുവിനെ വിളിച്ചാൽ യേശു ദൈവമല്ല, എന്ത് ചെയ്യും? ഞാൻ ആരെ വിളിക്കണം എന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ തോന്നി, ദൈവമേ എന്ന് വിളിക്കാം. സ്തോത്രം. ദൈവമേ എന്ന് വിളിച്ചാൽ ദൈവം ഒരിക്കലും മാറിപ്പോകത്തില്ലല്ലോ. സ്തോത്രം. പിതാവിനെ അപ്പ എന്നോ പപ്പ എന്നോ ഡാഡി എന്നോ എന്ത് വിളിച്ചാലും പിതാവ് തന്നെയാണല്ലോ. അതുകൊണ്ട് ഞാൻ ദൈവമേ എന്ന് വിളിക്കും എന്ന് പറഞ്ഞ എൻ്റെ ആഴത്തിൽ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ വിളിക്കുവാൻ ഇടയായി. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം ഹല്ലേലൂയ ആ സെക്കൻഡിൽ തന്നെ എൻ്റെ വിളി കേട്ടു. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു പ്രകാശം ഉദിച്ചപ്പോൾ ഞാൻ കാണുകയാണ്, ഈ ഇവിടം വരെ വന്നു നിന്ന എൻ്റെ മുമ്പിൽ നിന്ന ആ കറുത്ത സ്ക്രീൻ പെട്ടെന്ന് സ്ലോ ആയിട്ട് പിൻവാങ്ങുക. ഹല്ലേലൂയ സ്തോത്രം. 116 സങ്കീർത്തനത്തില് ഹല്ലേലൂയ നമുക്കിങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിന്തുടർന്നു. ഹല്ലേലൂയ സ്തോത്രം. അത് ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഞാൻ യഹോവയോട് നിലവിളിച്ചു. യഹോവ എന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ഈ വചനങ്ങളൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. എങ്കിലും ഞാൻ ദൈവമേ എന്ന് വിളിച്ച ആ വിളി സ്വർഗം കേൾക്കുവാനിടയായി. സ്തോത്രം. കാരണം കർത്താവ് ഹല്ലേലൂയ ലോക സ്ഥാപനത്തിന് മുമ്പേ എന്നെ കണ്ടുവെന്ന് എനിക്കറിയാം. കാരണം ഞാന് ഇങ്ങനെ ഒരു മുഖാന്തരത്തിലൂടെ കർത്താവ് എനിക്ക് ഒരു വിഷൻ തന്നത് മാത്രം ആരംഭമായി. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയുടെ ഒരു ആരംഭമായിരുന്നത്. സ്തോത്രം. ഈ സ്തോത്രം, ഈ അന്ധകാര ശക്തി ഹല്ലേലൂയ സ്തോത്രം അത് പിന്മാറി കഴിഞ്ഞപ്പോഴേക്കും, അതങ്ങ് പിൻവാങ്ങി പോയി കഴിഞ്ഞപ്പോൾ മറ്റൊരു ദർശനം എനിക്ക് തന്നു. സ്തോത്രം. ഞാൻ ചോദിച്ചല്ലോ ആരാണ് ദൈവമെന്ന്, അതിനൊരു സിമ്പൽ എനിക്ക് തന്നു. സ്തോത്രം. ഒരു നല്ലൊരു ഉദ്യാനം, വിവിധ വർണ്ണങ്ങളായ ബൾബ് കൊണ്ട് ആ ഉദ്യാനത്തിലുള്ള ചെടികളെല്ലാം അലങ്കരിച്ചിരിക്കുക. നല്ല പച്ചയും മഞ്ഞയും വളരെ
നല്ല കളർഫുൾ ആയിട്ടുള്ള ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച ആ ഉദ്യാനത്തിലൂടെ പാരമ്പര്യ വസ്ത്രം ധരിച്ച പാരമ്പര്യ സ്തോത്ര സൂട്ടൊക്കെ ധരിച്ച ഒരു അമ്മച്ചി, ഹല്ലേലൂയ എന്ന് പറഞ്ഞാല് ചട്ടയും മുണ്ടും ഒക്കെയാണ്, കുണുക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു അമ്മച്ചി നല്ല പാട്ടും ഒക്കെ പാടി ഇങ്ങനെ നടക്കുക. അപ്പോഴേക്കും അതൊരു പ്രത്യേക സായുജ്യത്തിലേക്ക് പോകുന്നതുകൊണ്ട് ഞാനും ഈ അമ്മച്ചിയുടെ പുറകെ അങ്ങോട്ട് പോവുക. ഒരു പ്രത്യേക ആകർഷണോ അമ്മച്ചിയുടെ പാട്ടൊക്കെ കേട്ടപ്പോ, ഞാൻ അതിനു മുമ്പ് ഈ ക്രിസ്തീയ പാട്ടുകളൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ഈ പാട്ട് കേട്ട് ഞാനും അങ്ങ് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി, അയ്യോ യേശു ആ ദൈവമെന്ന്. സ്തോത്രം. അവിടെ വെച്ചാണ് ഈ അമ്മച്ചിയുടെ വേഷവും അമ്മച്ചിയുടെ പാട്ടും കേട്ട് ആ അന്തരീക്ഷത്തിലുണ്ടായ ആ ദൈവിക സാമീപ്യം ഞാൻ അനുഭവിച്ചപ്പോൾ യേശുവാണ് ദൈവമെന്ന് എന്റെ ഉള്ളത്തിൽ ഒരു ബോധ്യം വന്നു. എങ്കിലും പ്രിയമുള്ളവരെ, ഞാൻ ഇത് ആരോടും പറഞ്ഞില്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു 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 അല്പം ഒരു ദൈവിക വിഷൻ ലഭിച്ചെങ്കിൽ ഞാൻ ആരോടും പറയാതെ ഇത് എന്റെ ഉള്ളിൽ വെച്ചു. സ്തോത്രം. പിന്നീട് ഈ 64 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പരിധിയുണ്ട്. അവരെന്നെ ഡിസ്ചാർജ് ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോഴും 4 പേര് സ്ട്രെച്ചറിലെടുത്താണ് വീട്ടിൽ കൊണ്ട് കിടത്തുന്നത്. സ്തോത്രം. വീട്ടിൽ വരുമ്പോഴൊക്കെ വളരെ വീക്ക്നെസ് ആണ്. എനിക്കൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും പറ്റത്തില്ല. 4 പേര് വേണം. ഇവിടെ ഇങ്ങനെ മറിക്കുമ്പോഴത്തേനും കാലിന്റെ ഈ ശരീരം ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല. അതുപോലെ അങ്ങനെ എൻ്റെ അമ്മ, ഹസ്ബൻഡ്, എൻ്റെ ചേച്ചി, ചേട്ടന്, എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും എന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ആർക്കും അവർക്ക് എത്ര അറിയാവോന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഞാൻ കിടന്നു പോകുന്ന രോഗിയായി തീരുമെന്നോ ഒന്നും എനിക്കറിയില്ല. സ്തോത്രം. അങ്ങനെ ഞാനങ്ങ് പോകുമ്പോഴെങ്കിലും ഞാൻ രാത്രി സന്ധ്യ ആകുമ്പോഴത്തേനും നാമം ജപിക്കും, പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും സ്തോത്രം ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഓരോരുത്തരൊക്കെ സുവിശേഷം പറയും. സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്തോത്രം, ഇന്ന് ഈ കോട്ടയം ജില്ലയില് നവജീവൻ ട്രസ്റ്റ് നടത്തുന്ന തോമസ് ചേട്ടനും ഞങ്ങൾ ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പൊ തോമസ് ചേട്ടൻ എപ്പോഴും കയറി വന്ന് എന്നോട് ഇങ്ങനെ ദൈവത്തിന്റെ യേശുവിനെ കുറിച്ചൊക്കെ പറയും. ഒത്തിരി പറയത്തില്ലെങ്കിൽ യേശു സൗഖ്യമാക്കും, പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറയും. അങ്ങനെ എന്നാലും ഞാൻ യേശുവിന് അതെല്ലാം കൂടി കേൾക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ സ്തോത്രം കുറെ വർഷങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് ട്രീറ്റ്മെന്റ് പല അലോപ്പതി ചെയ്തിട്ട് മാറുന്നില്ല. ആയുർവേദം ചെയ്തു. സ്തോത്രം. അങ്ങനെ പല ട്രീറ്റ്മെന്റുകൾ ചെയ്തു. ചെയ്യാവുന്ന ആയുർവേദം, സിദ്ധവൈദ്യം, അലോപ്പതി, ഹോമിയോ, അങ്ങനെ പല പല ട്രീറ്റ്മെന്റുകൾ ചെയ്ത് നീണ്ട 10 വർഷം കടന്നുപോയി. സ്തോത്രം. എന്നാൽ ഇതിനോടിടയ്ക്ക് എനിക്ക് സ്തോത്രം എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയത്തില്ല. അന്നൊക്കെ വൈദ്യന്മാരിൽ ആശ്രയിച്ച ഓരോ ഡോക്ടർമാർ വരുമ്പോഴും ഞാൻ അവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. ദൈവമേ, ഇവർ മുഖാന്തരം എനിക്കൊരു വിടുതലുണ്ടാകും, എനിക്കൊരു സൗഖ്യമുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, കുറെ സാമ്പത്തികം നഷ്ടപ്പെടുകയും നമ്മുടെ അധ്വാനം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ എന്നെ ശുശ്രൂഷിക്കുന്ന എൻ്റെ കുടുംബത്തിന്റെ അധ്വാനം വൃഥാവിലായി. അങ്ങനെ ഞങ്ങൾ ഹല്ലേലൂയ പരിച്ഛേദം നശിക്കുവാനിടയായി. സ്തോത്രം. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങള്. ജോലിക്ക് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ 2 വർഷത്തോളം ലീവ് എടുത്ത് ജോലിക്ക് പോകാതിരുന്നു. അതുപോലെ സ്തോത്രം, എൻ്റെ സഹോദരങ്ങൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും എൻ്റെ കൂടെ വേണം. അങ്ങനെയായി. സ്തോത്രം. ഒത്തിരി നാളുകൾ ഒരു കുറച്ച് 2-3 വർഷമൊക്കെ ആയപ്പോ ഹസ്ബൻഡ് ജോലിക്ക് പോയി. പിന്നെ ആങ്ങളമാരൊക്കെ ഓരോ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാനും അമ്മയും തനിച്ചായി. സ്തോത്രം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കുടുംബത്തില് ഒരു നല്ല ഭക്ഷണം കഴിക്കുവാനോ, സ്തോത്രം, സൗമ്യ അനിയത്തി കൊച്ചൊക്കെ പഠിക്കുവാ, അവരൊക്കെ അവരൊക്കെ ഒരു വിദ്യാഭ്യാസം കൊടുക്കുവാനോ ഒന്നും കഴിയാതെ അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇരുട്ടിന്റെ അവസ്ഥ, ദാരിദ്ര്യത്തിന്റെയും അസ്വസ്ഥതയില്ല, രോഗമായി കിടക്കുന്നു. അങ്ങനെ ഒരു ഭയങ്കര അവസ്ഥ. ഈ അവസ്ഥയിൽ ഞാൻ കിടക്കുന്ന കിടപ്പ്, സ്തോത്രം, അതൊക്കെ ഹല്ലേലൂയ പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കട്ടിലേല് സ്തോത്രം എപ്പോഴും യൂറിൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം അത് കൺട്രോൾ ഇല്ല. സ്തോത്രം. പിന്നെ അതുപോലെ ഈ ചങ്കിന്റെ ഈ ഭാഗത്ത് പെട്ടെന്ന് തളർന്നതായോണ്ട് മേളിലോട്ടുള്ള ഭാഗം എപ്പോഴും ഇങ്ങനെ വിയർത്തുകൊണ്ടിരിക്കും. അപ്പൊ എനിക്കൊരു നല്ല വസ്ത്രം ധരിക്കുവാനോ ഒരു നല്ല ബെഡേ കിടക്കുവാനോ ഒരു സ്വസ്ഥതയില്ല. എപ്പോഴും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ ഒരു നൈറ്റി ഇങ്ങനെ ബാക്കിൽ നിന്ന് മൊത്തം ഓപ്പൺ ആക്കിയിട്ട് ചുമ്മാ ഈ ഫ്രണ്ടിൽ മാത്രം ഇടും. അങ്ങനെയാണ് സ്തോത്രം എൻ്റെ ജീവിതം ഒരു 10 വർഷത്തോളം കഴിഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു, ദൈവമേ, ഞാനൊരു ശാപമായി തീരുകയാണ്. സ്തോത്രം. എല്ലാവർക്കും ഒരു ഭാരമായി തീരുകയാണ്. സ്തോത്രം. ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. ട്രീറ്റ്മെന്റ് ചെയ്ത് എല്ലാം നശിക്കും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി. സ്തോത്രം. അങ്ങനെ ഞാൻ വിചാരിച്ചു. പല ദിവസങ്ങളും ഞാൻ ഇങ്ങനെ ചിന്തിക്കും. അപ്പൊ ഒരു കയറിങ്ങനെ മേളിൽ നിന്ന് കെട്ടിയിട്ടിട്ടുണ്ട് കട്ടിലേൽ, എനിക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും എഴുന്നേൽക്കാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, ഒരു കൊടുകിട്ടങ്കാരം ഒന്ന് ഇങ്ങനെ മരിച്ചാലോ? അപ്പൊ എനിക്കറിയാം അങ്ങനെ മരിക്കത്തില്ല. കാരണം കട്ടിലല്ലേ ഞാൻ കിടക്കുന്നത്. ഈ എഴുന്നേറ്റിരുന്നാലും ഇവിടം വരെ ഉള്ളൂ.
അങ്ങനെ അത് പരാജയപ്പെടുമെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഓർക്കും, ദൈവമേ, ഹല്ലേലൂയ, ഒരു ബ്ലേഡ് ഉണ്ടായിരുന്നെങ്കിൽ കൈയുടെ ഞരമ്പ് കണ്ടിക്കാമായിരുന്നു. അങ്ങനെ പല തരത്തിൽ ചിന്തിക്കും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹല്ലേലൂയ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴേ അപ്പോഴേ എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ ഓടി വരും. സ്തോത്രം. അപ്പോഴേ ഹല്ലേലൂയ സ്തോത്രം, ഉള്ളിൽ നിന്ന് ഞാൻ കരയുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ അമ്മ കാണാതെ ഞാൻ ചിരിച്ചുകൊണ്ട് വർത്താനം പറയും. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം, രാത്രിയുടെ യാമങ്ങളിലും പകലൊക്കെ ആരുമില്ലാത്ത സമയത്ത് ഞാൻ പൊട്ടിക്കരയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇങ്ങനെ തലയണിലേക്ക് മുഖം ഇങ്ങനെ അമർത്തി, കണ്ണുനീർ ആരും കാണാതിരിക്കാൻ, എൻ്റെ സഹോദരങ്ങള് അമ്മയൊന്നും കാണാതിരിക്കാൻ, ഞാൻ അങ്ങനെ ഒത്തിരി ഹല്ലേലൂയ സ്തോത്രം മാനസികമായി എനിക്ക് ഒരു തരത്തിലും യാതൊരു വിധത്തിലും ഒരു പ്രതീക്ഷയില്ലാത്ത മണ്ഡലത്തിൽ സ്തോത്രം ഞാനിങ്ങനെ വിചാരിച്ച് ഇനിയിപ്പം ആത്മഹത്യ ചെയ്യാനും നിവൃത്തിയില്ല. സ്തോത്രം. കാരണം എഴുന്നേറ്റ് പോയിട്ട് എങ്ങനെ ആത്മഹത്യ ചെയ്യും? മരിക്കാനും നിവൃത്തിയില്ല, ജീവിക്കാനും നിവൃത്തിയില്ലാത്ത ഒരു മധ്യത്തിലായി. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചനം വായിക്കുമ്പോൾ 38 വർഷമായ ഹല്ലേലൂയ സ്തോത്രം ആ കുളക്കരയിൽ കിടന്ന ഹല്ലേലൂയ സ്തോത്രം ആ രോഗിയെ കുറിച്ച് ഹല്ലേലൂയ വചനങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. സ്തോത്രം. അപ്പോഴൊക്കെ എൻ്റെ ഉള്ളത്തിൽ ചിന്തിക്കും, ഹല്ലേലൂയ പലരും ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് ആ കുളത്തിൽ ചെന്ന് ചാടിയാല് ഹല്ലേലൂയ രക്ഷ പ്രാപിക്കുമല്ലോ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരു രോഗം ഹല്ലേലൂയ ഒരു അവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവരുടെ ഹൃദയത്തിന്റെ വേദനയും അവരുടെ ആ കഴിവുകൾ ഹല്ലേലൂയ അവർക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ, അവർക്ക് പോകാൻ പറ്റുമോ? അനാശ്രയം കൂടാതെ ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അത് കർത്താവിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാ ഇവൻ ഇങ്ങനെ ഏറെ നാളായി കിടക്കുന്നു എന്ന് കർത്താവ് അറിഞ്ഞിട്ട് കർത്താവ് അവനെ കുറ്റമൊന്നും പറയുന്നില്ല. സ്തോത്രം. നമ്മളാണ് വചനം പറയുമ്പോൾ അതിനെ ഇങ്ങനെ പല മേഖലയിലേക്ക് കൊണ്ടുപോകുന്നത്. കർത്താവ് അവനോട് സ്നേഹമായിരുന്നു. അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ യാഥാർത്ഥ്യമാ പറഞ്ഞത്. സ്തോത്രം. അവന് മനസ്സുണ്ട്, എന്നാൽ അവന് കുളത്തിൽ ഇറങ്ങുന്ന കാര്യം അറിയത്തുള്ളൂ. യേശു സൗഖ്യമാക്കുന്നവനാണെന്നും യേശു ജീവനുള്ള ദൈവമാണെന്നും അവൻ അറിയില്ല. അവൻ അന്ന് വരെയും അറിയാമായിരുന്നത് ആട്ടുവാതുക്കൽ ഒരു സൗഖ്യം ആണ്ടിലൊരിക്കൽ ദൂതൻ ഇറങ്ങും, അവിടെ സൗഖ്യം പ്രാപിക്കാൻ ആക്കുന്ന ഒരു കുളമുണ്ട്. അത് മാത്രമേ അവന്റെ അറിവിലുള്ളൂ. സ്തോത്രം. അതുകൊണ്ടാണ് ഈ ഹല്ലേലൂയ സ്തോത്രം ഈ രോഗി പറഞ്ഞത്, അവിടെ എനിക്ക് ചെല്ലാൻ കഴിയില്ല, ഞാൻ എങ്ങനെയെങ്കിലും പരാശ്രയത്താൽ ചെന്ന് കഴിയുമ്പോഴേക്കും അവിടെ മറ്റൊരാൾ ഇറങ്ങിക്കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ കർത്താവ് അവനോട് മനസ്സലിഞ്ഞ് അവന്റെ അടുക്കൽ ഇറങ്ങി വന്നു. പ്രിയമുള്ളവരെ, അതുപോലെ സ്തോത്ര ഹല്ലേലൂയ എന്റെ അടുക്കൽ കർത്താവ് സ്തോത്രം ഇറങ്ങി വരുവാൻ ചില മുഖാന്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അതെ, കർത്താവ് എന്നെ മുന്നമേ കണ്ടതുകൊണ്ട്, എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ ഹല്ലേലൂയ ദൈവത്തിന്റെ നിർണയം ഉള്ളത് കൊണ്ട് സ്തോത്രം എൻ്റെ ഭവനത്തിലേക്ക് സ്തോത്രം ഏകദേശം ഒരു 10 വർഷം ഇങ്ങനെ കഴിഞ്ഞുപോയി. അപ്പോൾ എൻ്റെ ഭവനത്തിൽ സ്തോത്രം 1-2 ദൈവദാസന്റെ ദാസന്മാർ ഹല്ലേലൂയ പ്രാക്റ്റുമായിട്ട് കടന്നു വരുവാൻ ഇടയായി. അവര് കടന്നു വന്നു. സ്തോത്രം. അവര് എൻ്റെ അടുക്കൽ റൂമിൽ കയറി വന്നു. അപ്പോൾ എനിക്ക് യേശുവിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കുറച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, കയറി വാ, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചു. അങ്ങനെ ഹല്ലേലൂയ ഒരാഴ്ച വന്നു, പിന്നെ 2 ആഴ്ചയായി. പിന്നെ നിരന്തരം എൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാര് കടന്നു വരുവാൻ ഇടയായി. അവര് കടന്നു വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനും പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം വലിയ ഒരു സമാധാനം, അന്ന് വരെ കിട്ടാത്ത ഒരു സമാധാനം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാർ, മറ്റാര് വന്നാലും എനിക്ക് ഇത്ര സന്തോഷം കിട്ടത്തില്ല. ഈ ദൈവത്തിന്റെ ദാസന്മാര് കടന്നു വരുമ്പോൾ എൻ്റെ രോഗം ഞാൻ മറക്കുകയാണ്. ഹല്ലേലൂയ എൻ്റെ എല്ലാ കഷ്ടതയും മറന്നിട്ട് ഞാൻ അവരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാൻ കരയുമ്പോൾ അവരെന്റെ കണ്ണുനീര് ഇങ്ങനെ തുടയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ എനിക്ക് ചെറുപ്രായമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കണ്ണുനീരൊക്കെ കുടച്ച് തോളലൊക്കെ തട്ടിയിട്ട് പറയും, സാരമില്ല, കർത്താവ് സൗഖ്യമാക്കും, എല്ലാവരും സൗഖ്യമാക്കും. അങ്ങനെ ഞാനും വിശ്വസിക്കാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഏകദേശം ഒരു കുറെ നാളുകൾ കഴിഞ്ഞിട്ടും എനിക്കൊരു സൗഖ്യത്തിന് ഒരു മാറ്റം വരുന്നില്ല. സ്തോത്രം. എൻ്റെ ഈ കണ്ടീഷൻ ഗ്രാജുവലി കുറയുന്നുണ്ട് എന്നല്ലാതെ എനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, സ്തോത്രം, ഇതും അത്ര കാര്യമല്ല, ഇനിയിപ്പൊ ഇതിൽ നിന്നിട്ടും കാര്യമില്ല. എന്നാല് നമുക്ക് സ്തോത്രം ഇനി ദൈവം ഉണ്ടോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊരു ബൈബിളൊക്കെ കൊണ്ടുതന്ന് ഞാൻ ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും സ്തോത്രം ലൂക്കാ സുവിശേഷത്തിലുണ്ട്, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിപ്പിൻ തരപ്പെടും. സ്തോത്രം. ഞാൻ ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ ഇത് ദൈവത്തിന്റെ വചനം സത്യമാണോ? സത്യമാണെങ്കിൽ ഇനി ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? ഞാൻ ഇത്ര നാൾ യേശുവിന്റെ കൂടെ നിന്നില്ലേ? യേശുവിനോട് പ്രാർത്ഥിച്ചില്ലേ? ഹല്ലേലൂയ സ്തോത്രം.
സ്തോത്രം. അതുകൊണ്ട് ഞാൻ മുട്ടാഞ്ഞിട്ടാണോ, ഞാൻ യാചിക്കാഞ്ഞിട്ടാണോ, എന്നെ പോലെ കരഞ്ഞ് ദൈവത്തോട് ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്നല്ല ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചിട്ട് ഹല്ലേലൂയ ഞാൻ ഒരു തീരുമാനം എടുത്തു. സ്തോത്രം. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ നമുക്ക് ദൈവമുണ്ടോ എന്ന് അറിയണം. ഒന്നുകിൽ ഹല്ലേലൂയ സ്തോത്രം അതെ ഇത് യേശു ഇതൊക്കെ ചുമ്മാ മനുഷ്യൻ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ സ്തോത്രം നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പഴയ ഇതിലേക്ക് പോകാം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു 7 മാസം ഷഷ്ടിവ്രതം എന്ന് പറയുന്ന ഒരു വ്രതമുണ്ട്. അത് 7 ദിവസം നൊയമ്പ് എടുത്തിട്ട് 7ാമത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ ഞാൻ ദൈവത്തോട് ഈ ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, സ്തോത്രം ഹല്ലേലൂയ യേശു ദൈവമാണെങ്കിൽ ഹല്ലേലൂയ നീ എനിക്ക് യേശുവിനെ കാണണം, എന്റെ അടുക്കൽ വരണം, എനിക്ക് ദൈവത്തെ ഒന്ന് കാണണം ഹല്ലേലൂയ. അതല്ല ഹല്ലേലൂയ ഞാൻ ഒരു സ്തോത്രം ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. അവിടെ ഇരിക്കുന്ന ദൈവമാണെങ്കിൽ ഞാൻ ഈ ഷഷ്ടി പൂർത്തിയാകുമ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ച് നടക്കണം. ഇങ്ങനെ ഒരു ഹല്ലേലൂയ ദൃഢ തീരുമാനത്തോടെ സ്തോത്രം ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഷഷ്ടിവ്രതം വരുമ്പോൾ 7 ദിവസത്തേക്ക് ബൈബിൾ മാറ്റി വെച്ചിട്ട് ഞാൻ സ്തോത്രം ഞങ്ങളുടെ സ്തോത്രഗീതം ഒക്കെ എടുത്ത് വായിക്കും. അങ്ങനെ 3 മാസം കടന്നുപോയി. 3ാമത്തെ മാസവും കഴിഞ്ഞ് 4ാമത്തെ ഷഷ്ടിവ്രതം 3 ദിവസം എടുത്ത് 4ാമത്തെ ദിവസമായപ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ ഇവിടെ അടുത്തിൽ നിന്ന് ഞാനിപ്പോൾ ആയിരിക്കുന്ന ചർച്ചിൽ നിന്ന് സ്തോത്രം സ്വതന്ത്ര ചർച്ചാണ്, ആത്മചൈതന്യ ദൈവസഭ എന്നാണ് അറിയപ്പെടുന്ന സ്തോത്രം. ആ ചർച്ചിൽ നിന്നും ഒരു 4-5 പേര് എന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. കടന്നു വന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഈ സഹോദരി എടുത്തുകൊണ്ട് വന്നാല് രോഗശാന്തി പ്രാപ്തരായ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, അവിടെ വന്നാൽ സൗഖ്യം ലഭിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നാൽ എന്റെ അവസ്ഥയിൽ എന്നെ എടുത്തുകൊണ്ട് വേണം പോകാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെയൊന്നും വരത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതെല്ലാം പറയാം, വരാം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാൻ എളുപ്പമുണ്ട്, എന്നെ കൊണ്ടുവരാനൊന്നും ആളില്ല, ഒത്തിരി കഷ്ടപ്പാട്, അതുകൊണ്ട് വരത്തില്ലെന്ന് പറഞ്ഞു. അവര് വളരെ നിരാശയോടെ കടന്നുപോയി. ആ ദേവദാസനോട് പറഞ്ഞു, ആ ദേവദാസൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കാണും. സ്തോത്രം. തീർച്ചയായിട്ടും അന്ന് ഹല്ലേലൂയ ഇവർ പോയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഹല്ലേലൂയ അന്ന് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ആ ട്രാക്ട് എന്റെ കട്ടിലിട്ടിട്ട് അപ്പച്ചൻ പറഞ്ഞിട്ട് പോയി സൗഖ്യമാക്കുമെന്ന് അന്ന് ഉണ്ടായതുപോലുള്ള ഒരു സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവം. ഞാൻ സ്തോത്രം ഹല്ലേലൂയ രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ബൈബിൾ എടുത്തിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം ഞാൻ കർത്താവേ ഹല്ലേലൂയ എന്നെ ദൈവം സൗഖ്യമാക്കുകയാണെങ്കിൽ സ്തോത്രം ഞാൻ തീർച്ചയായിട്ടും എല്ലാം ഉപേക്ഷിച്ച് ഈ വചനവുമായിട്ട് എനിക്കറിയത്തില്ല, ഇങ്ങനെ ഇറങ്ങിപ്പോണം എന്നൊക്കെ ഓർത്ത് വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം. പക്ഷെ എനിക്ക് സുരക്ഷിതമായിട്ട്, ഞാനൊരു സഹോദരിയാണല്ലോ, എനിക്ക് പാർക്കാൻ ഒരു ഭവനം, സുരക്ഷിതമായിട്ടൊരു ഭവനം തന്നാൽ മതി, ഞാൻ കർത്താവിന്റെ സാക്ഷി ആയിക്കോളാം എന്ന്. എനിക്കൊന്നും അറിയത്തില്ല എന്താണെന്ന്, എന്നാലും ഞാൻ അങ്ങനെ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ കിടക്കുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ കിടന്നപ്പോഴേക്കും ഒരു ഹല്ലേലൂയ സ്തോത്രം ഒരു ദർശനം കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. എന്നെ ഹല്ലേലൂയ സ്തോത്രം 2 പ്രാവശ്യം ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രത്യക്ഷതയുണ്ടായി. ഞാൻ ചർച്ചിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനെ രാത്രിയിൽ ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനം എടുത്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അന്ന് രാത്രി ഒരു ഏകദേശം വെളുപ്പിന് ഒരു 5 മണി സമയം ആകുന്നതിന് മുമ്പ് ഹല്ലേലൂയ എപ്പോഴാണ് ദർശനം എനിക്ക് ലഭിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ണു തുറക്കുമ്പോൾ പള്ളിയിൽ മണി അടിക്കുന്ന കേട്ട് 5 മണിയായി. അപ്പോൾ സ്തോത്രം ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് ഈ വാതിലിലൂടെ, ഈ റൂമിലാണ്, ഈ വാതിലിലൂടെ ഒരു സഹോദരി നല്ല അധികാരത്തോടെ, നമുക്ക് കണ്ടാൽ അവരെ കണ്ട ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, അതുപോലെ ഇനി പെട്ടെന്ന് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ഇടത്തും വലത്തും ഒക്കെ കുറെ സഹോദരിമാരിപ്പുണ്ട്. അവര് പെട്ടെന്ന് സ്തോത്രം എന്നെ കുറിച്ച് വേണ്ടാത്ത കുറെ കുറ്റങ്ങളൊക്കെ ഇവരോട് പറഞ്ഞു കേൾപ്പിച്ചു. എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തതല്ലെന്ന് എനിക്കറിയാം. ഞാൻ അന്നേരം ഇങ്ങനെ ഭയപ്പെട്ട് ഇവരെന്നെ വഴക്ക് പറയുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പേടിച്ചിരിക്കുക. അപ്പോഴേക്കും പെട്ടെന്ന് ഇവരെന്നോടൊന്നും പറയാതെ ഹല്ലേലൂയ സ്തോത്രം ഇങ്ങനെ ഈ കതകിന്റെ ഈ വാതിലിൽ ആ സഹോദരി നിൽക്കുന്നു. അവര് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഇങ്ങനെ കരങ്ങൾ ഉയർത്തി. സ്തോത്രം. കരങ്ങൾ ഉയർത്തിയപ്പോഴേക്ക് എനിക്കൊരു കാഴ്ച കാണുവാനിടയായി. വലിയ സ്തോത്രം മഞ്ഞ് വന്ന് കയ്യുടെ ഇവിടെ മുഴുവൻ കൈ മുഴുവൻ മഞ്ഞ് കണ്ട് 2 കൈയും ഇങ്ങനെ മൂടിയിരിക്കുക. അപ്പൊ ഈ മഞ്ഞുള്ള സ്തോത്രം ഈ മഞ്ഞ് കണ്ട് മുങ്ങിയ ഈ കൈകൾ കൊണ്ട് അവരിങ്ങനെ കൈ ഇങ്ങനെ ഷിവർ ചെയ്യുന്നുണ്ട്. ആകാശത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, കർത്താവേ
കർത്താവെ ഞാൻ ഈ ലോകം ആരെ ഏൽപ്പിക്കും എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, എന്നെ എല്ലാവരും കുറ്റം പറഞ്ഞല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഇവർ ഓടി ഇങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞു വന്ന് എന്റെ 2 തലയിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതേവളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അതൊന്നും വേണ്ട. ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പുറത്തൂടെ കൈ ഇങ്ങനെ തലോടി ബെഡിന്റെ അവിടെ വരെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതെനിക്ക് നല്ലതായിട്ട് എന്നെ സ്പർശിച്ചത് എനിക്കറിയാം. അപ്പോഴും ഞാൻ പറഞ്ഞു, വേണ്ട, എന്നെ ഇതൊന്നും ഏൽപ്പിക്കണമെന്ന്. പ്രിയമുള്ളവരെ, അന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി അന്തരീക്ഷത്തിൽ നിന്ന് ഒരു അശരീരി കേൾക്കുവാനിടയായി. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഞാനാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ശബ്ദം കേട്ടപ്പോഴത്തേനും എന്റെ ശരീരം അങ്ങ് വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റപ്പോഴത്തേനും കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്ന എന്റെ സഹോദരൻ ഈ താഴെ നിലത്ത് എന്നെ കാത്തു കിടക്കുക. രാത്രിയിലും പകലും എനിക്ക് എപ്പോഴും ഒരാൾ എന്റെ കൂടെ വേണം. ഞാൻ അവനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇങ്ങനെ, സ്തോത്രം, എന്റെ കണ്ണ് രണ്ടും നിറച്ച് തുണി ഇങ്ങനെ വായിക്കകത്തോട്ട് കുത്തിക്കയറ്റി ഞാൻ ഒരുപാട് സമയം കരയുവാനിടയിൽ. പ്രഭാതത്തിൽ ഞാൻ, സ്തോത്രം, ഉച്ചവരെയും ഇരുന്ന് കരഞ്ഞു. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും എന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഇങ്ങനെ ഒഴുകുക. ഞാൻ എന്റെ അനിയത്തി സൗമ്യയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സ്തോത്രം, സൗമ്യ, ഇങ്ങനെ ഒരു കർത്താവ് ഇങ്ങനെ ഒരു ദർശനം, ഇന്നലെ ഞാൻ ഇങ്ങനെ ഒരു വിഷം കണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ശബ്ദവും കേട്ടു. അപ്പൊ ഇവിടെ എന്നോട് പറഞ്ഞു, ചേച്ചി ആ ആലയത്തിൽ പൊക്കോ, ചേച്ചിയെ കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. എങ്കിലും എന്റെ ഹാലലിയ ബുദ്ധി അതിനെ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, നമുക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഒരു എക്സ്റേ കൂടെ എടുക്കാം, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അപ്പോഴും എനിക്ക് സൗഖ്യമാകുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മേ നമുക്ക് പോയി. എന്റെ അമ്മയ്ക്ക് മെഡിക്കൽ കോളേജ് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ട്രീറ്റ്മെന്റിനൊന്നും ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് പോയൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടർ പെട്ടെന്ന് എക്സ്റേക്ക് കുറിച്ച് തന്നു. അന്ന് തന്നെ എക്സ്റേ കിട്ടി. ഡോക്ടറുടെ വീട്ടിൽ കൊണ്ടപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണിച്ചു. അപ്പൊ പറഞ്ഞു, അസ്ഥികൾക്കൊന്നും, കാരണം ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് പറഞ്ഞു, സ്തോത്രം, ഇങ്ങനെ എക്സ്റേ എടുക്കാൻ കാരണം വീട്ടിൽ ഫിസിയോതെറാപ്പിസ്റ്റ് വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സൗഖ്യമില്ല, ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകണം. ജയകുമാരി സിസ്റ്റർ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിക്കണം, അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ നട്ടലൊക്കെ വളഞ്ഞു പോയി, അതിനകത്ത് ചെറിയ ചെറിയ മുഴകൾ ഇങ്ങനെ വരുന്നുണ്ട്, തേയ്മാനം വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. സ്തോത്രം. പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എന്താണ് എനിക്ക് കുഴപ്പം? അപ്പൊ പറഞ്ഞു, അന്ന് 12 വർഷമായി അസുഖം വന്നിട്ട് കാലിന് മസിൽ പവർ ഇല്ല, അതുകൊണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി വരാൻ സാധ്യതയുണ്ടോ ഡോക്ടറെ? അപ്പൊ പറഞ്ഞു, 12 വർഷമായിട്ട് ഇനി ഒരിക്കലും അത് വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ കട്ടിലിൽ ഇരുന്നുകൊണ്ട് തീരുമാനിച്ചു, നമ്മള് ഹല്ലേലൂയ, സ്തോത്രം, ഇത് ഡോക്ടറിന്റെ വാക്കുകൾക്ക് അപ്പുറമായി കർത്താവിന്റെ വാക്കുണ്ട്. സ്തോത്രം. സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞേച്ച്, ഞാൻ എന്നെ എടുത്ത് വേണം ഓട്ടോയെ കയറ്റാൻ. എടുത്ത് ഓട്ടോയെ കയറ്റിയപ്പോ ഞാൻ എന്റെ ബ്രദറിനോട് ഞാൻ പയ്യെ ചോദിച്ചു, എന്നെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് വരെ ഒന്ന് കൊണ്ടുപോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാ പോകാമെന്ന് പറഞ്ഞു. ആ ഓട്ടോയെ തന്നെ വീട്ടിലോട്ട് വരാതെ ഞങ്ങൾ അവിടെ പോയി. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ പിറ്റേ ദിവസമാണ് ഉപവാസ പ്രാർത്ഥന തുടങ്ങുന്നത്. ആ സമയത്ത് 4 പേര് കൂടി എന്നെ, സ്തോത്രം, എന്റെ ആ ചർച്ചിന്റെ പാസ്റ്ററിന്റെ വീട്ടിലാണ് താമസിപ്പിച്ച് അവരെന്നെ പിറ്റേ ദിവസം കുളിപ്പിച്ച് ഡ്രസ്സും ഒക്കെ മാറി 4 പേര് കൂടി എടുത്ത് ചർച്ചിൽ കൊണ്ടുവന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പൊ ഞാന്, എന്റെ ബ്രദറ്, സ്തോത്രം, എന്റെ അമ്മ, എന്റെ അനിയത്തി, ഞങ്ങൾ ഇത്രയും പേരാണ്, സ്തോത്രം, ആ ആലയത്തിൽ കടന്നു ചെല്ലുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെയും ഞാൻ ദൈവത്തെ അറിയുവാൻ, ഹല്ലേലൂയ, ഒരു ആലയത്തിലേക്ക് പ്രവേശിക്കുവാനുണ്ടായ ഒരു കഷ്ടത്തെ കുറിച്ചാണ് ഞാൻ ഇതുവരെയും പറഞ്ഞത്. ഇനി കർത്താവിൽ, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ ഹല്ലേലൂയ അറിഞ്ഞതിന് ശേഷം കർത്താവ് എന്നെ നടത്തിയ വിധങ്ങളും എനിക്കോ പിന്നീടുണ്ടായ കഷ്ടങ്ങളും, എന്നാൽ അതിലുപരി ദൈവം എന്നെ സ്നേഹിച്ച് മാനിച്ച് ദൈവം നടത്തുന്ന വിധങ്ങളെയാണ് ഞാൻ ഇനി പറയുന്നത്. സ്തോത്രം. ഞങ്ങൾ ആലയത്തിൽ ചെന്നു. സ്തോത്രം. ആദ്യമായി ഒരു ക്രിസ്തീയ ആലയത്തിൽ കാല് വെക്കുകയാണ്. സ്തോത്രം. ആലയത്തിന്റെ മുറ്റത്ത് ചെന്നപ്പോൾ വലിയ ഒരു ആത്മീയ അന്തരീക്ഷം. അന്നുവരെയും ഇങ്ങനെ ഒരു സ്ഥലത്ത്, ക്ഷേത്രങ്ങളിൽ പോയാൽ നമുക്ക് നല്ല മനസ്സിനൊരു ശാന്തത കിട്ടും. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ അതല്ല. ഇവിടെ ഒരു പ്രത്യേക ആത്മീയ അനുഭൂതി ലഭിക്കുവാനിടയായി. സ്തോത്രം. ആലയത്തിൽ ഇങ്ങനെ എല്ലാവരും കൂടെ എടുത്ത് ആലയത്തിന്റെ കസരലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഒരു ബെഡ് ഇങ്ങനെ നിരത്തിയിട്ടേക്കുക, കാല് നീട്ടിയിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ആലയത്തിൽ ഒരുപക്ഷെ ആ പാസ്റ്ററിന്റെ വൈഫൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കാം. ഞാൻ ലിങ്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആലയത്തിൽ അന്ന് എന്റെ കൂടെ ചർച്ചിലുണ്ടായിരുന്ന പലരും ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്തോത്രം. അപ്പൊ ഞാനിങ്ങനെ ചാരി ഇരിക്കുക. സ്തോത്രം. നേരെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ചാരിയിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാം ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചപ്പോ എല്ലാവരും വളരെ, അന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. ഉത്സവത്തിനൊക്കെ പോകുമ്പോ എല്ലാം ഇങ്ങനെ ഭയങ്കര ബഹളമാണ്. പക്ഷെ ഇത് വളരെ കൃത്യതയോടെ അടുക്കും ചുറ്റോടെ ഒരു സൈഡ് മുഴുവൻ സഹോദരിമാര് തലയിലൊക്കെ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് ആരാധിക്കുന്ന, ഒരു സൈഡിൽ പുരുഷന്മാര്. വളരെ ക്രമീകരണം.
അത് തന്നെ ഒരു ആത്മീയ അന്തരീക്ഷമാണ്. അങ്ങനെ ഞാനും ഇങ്ങനെ സ്തോത്രം എല്ലാം പറഞ്ഞ് ഇങ്ങനെ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, സ്തോത്രം മാത്രം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നൊന്നും സംഭവിച്ചില്ല. 2-3 അന്ന് വന്ന ശുശ്രൂഷ ചെയ്ത ദൈവദാസന്മാരൊക്കെ ഒത്തിരി ഡീമൺ സ്പിരിറ്റുകൾ അവിടെ ഇളകി മാറുവാനിടയായി. സ്തോത്രം. എന്റെ മുമ്പിൽ ഇരുന്ന് അല്ലെങ്കിൽ ഒരു സഹോദരിയിലൂടെ ഞാൻ അന്ന് വരെയും സേവിച്ചുകൊണ്ടിരുന്ന ഷഷ്ടിവ്രതം നേർന്ന ആ ക്ഷേത്രത്തിലെ ദേവൻ അവിടെ ഇളകിയിട്ട് സ്തോത്രം, എന്തിനാ നീ വന്നത്? അപ്പൊ പറയാ, നീ എന്റെ ആൾക്കാരെ, ഈ ജയകുമാരിയെ, ഈ വീട്ടുകാരെ നീ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ടാ ഞാൻ കയറി വന്നതെന്ന് ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു സഹോദരിയിലൂടെ വെളിപ്പെട്ടു. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പോകാൻ പറഞ്ഞപ്പോ പെട്ടെന്ന് സ്തോത്രം കരഞ്ഞോണ്ട് സത്യം പറഞ്ഞോണ്ട് അവര് നിലത്ത് വീണ് ഇത് വിട്ടുപോകാനിടയി. അങ്ങനെയാണ് സ്തോത്രം ഞാൻ വിശ്വസിക്കുവാനിടയായി. സ്തോത്രം. കർത്താവ് എന്നെ വിശ്വസിപ്പിച്ച ഒരു കാര്യം, യേശുവിന്റെ നാമം പറയുമ്പോൾ ഹല്ലേലൂയ, ഈ ലോകത്തെ ഭരിക്കുന്ന ഏത് അന്ധകാര ശക്തിയായാലും അത് ഹല്ലേലൂയ സ്തോത്രം, അത് സംഹാരകനാകട്ടെ, പരിപാലകനാകട്ടെ, സൃഷ്ടിപ്പാകട്ടെ, അല്ലെ സൃഷ്ടികർത്താവാകട്ടെ എന്ന് വിശ്വസിക്കുന്ന ഈ ലോകത്തിന്റെ അന്ധകാര ശക്തി എന്ത് തന്നെയായാലും നമ്മുടെ ജീവനുള്ള ദൈവത്തിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഹല്ലേലൂയ അത് പറയുമ്പോൾ ആ ഡീമൺ സ്പിരിറ്റ് ഹല്ലേലൂയ യേശുവിന്റെ നാമം പറഞ്ഞാൽ മതി, അത് അപ്രത്യക്ഷമായി പോകുള്ളൂ. അത് എങ്ങോട്ട് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. അതിന് പിന്നെ അവിടെ ആ സ്വാധീനത്തിന് അവിടെ നിൽക്കാൻ കഴിയില്ല. സ്തോത്രം. എന്റെ ജീവിതത്തിന്റെ വ്യക്തമായ അനുഭവം എനിക്കിത് എവിടെയും പറയുവാൻ കഴിയും. ഇന്നിപ്പോൾ ഒരാൾ സ്തോത്രം എന്നോട് നീ ഈ നാമം പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞാലും എന്റെ യേശു എന്റെ ജീവിതത്തിൽ ചെയ്ത കാര്യം ഞാൻ പറയും. സ്തോത്രം. അതാണ് എന്റെ സാക്ഷ്യം. എന്റെ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായി സ്തോത്രം എന്റെ വീട്ടില് ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ഹൈന്ദവര് തിങ്ങി പാർക്കുന്ന സ്തോത്രം ആ ദേശത്ത് നിന്ന് എന്റെ സ്വന്തം ഹല്ലേലൂയ സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്നത്. ഈ ദേശത്തുള്ള അന്ധകാര ശക്തികൾ മുഴുവൻ കേൾക്കുന്നുണ്ട്. എന്നാൽ അവര് ഹല്ലേലൂയ വഴി തെറ്റിച്ച് ജനത്തെ തിന്മയിലേക്ക് കൊണ്ടുപോയി നശിപ്പിച്ച് നിത്യ നരകത്തിൽ തള്ളുന്നതല്ലാതെ നിത്യതയിലേക്ക് പോകത്തില്ല. യേശു ക്രിസ്തുവിന്റെ നാമം ഹല്ലേലൂയ അത് മുഴങ്ങുന്നിടം അവിടുന്ന് ഹല്ലേലൂയ ഡീമൺ സ്പിരിറ്റ് ഹല്ലേലൂയ ഇളകി മാറി ഹല്ലേലൂയ ആത്മശക്തി പ്രാപിക്കുവാൻ ഇടയാകും. ജനം വിടുതൽ പ്രാപിക്കുവാൻ ഇടയാകും. അനേകര് ക്രിസ്തുവിലേക്ക് ആ മഹത്വം ദർശിക്കുവാൻ ഓടി വരുവാൻ ഇടയാകും. അവിടെ സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആ ചർച്ചിൽ ചെല്ലുവാൻ ഇടയായി. സ്തോത്രം. ആ ചർച്ചിൽ ഹല്ലേലൂയ അനേക അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സാന്നിധ്യം ഞാൻ അനുഭവിച്ചു. 2-ാമത്തെ ദിവസം ഞാന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു മിനിറ്റ്, ദൈവത്തിന്റെ സ്തോത്രം ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ഒന്നേ പറയാറുള്ളൂ, സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, എനിക്ക് പാടാൻ അറിയത്തില്ല. ഞാൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. സ്തോത്രം. ദൈവം എന്നോട് കരുണ കാണിച്ചു. എന്റെ നാവ് വായിൽ ഇങ്ങനെയൊന്ന് കറങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി. സ്തോത്രം. പിന്നീട് എന്താണ് സംഭവിച്ചത് എനിക്കറിയത്തില്ല. ആരാധന കഴിയുമ്പോൾ സ്തോത്രം ഞാൻ സ്വർഗീയ ഭാഷ സംസാരിക്കുക, വിവിധങ്ങളായ അന്യഭാഷ. സ്തോത്രം. അന്ന് വരെ എന്താണെന്ന് സ്തോത്രം ആരാധന നിർത്തിയപ്പോൾ എന്റെ ഭവനത്തിലുള്ളവര്, എന്റെ മാതാവ്, സഹോദരി, എന്റെ സഹോദരനൊക്കെ തിരിഞ്ഞു നോക്കിയിട്ട് ഇവർക്ക് ഈ ആലയത്തിൽ വന്നപ്പോൾ വട്ടുപിടിച്ചോ? സ്തോത്രം. അവർ ചിന്തിക്കുവാനിടയെ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു ഭാഷ കേട്ടിട്ടില്ല, ഇങ്ങനെ ഒരു ഭാഷ സംസാരിച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ പെട്ടെന്ന് കടന്നു പോവുക. സ്തോത്രം. ഒത്തിരി അനുഭവങ്ങളുണ്ട് ആലയത്തില്. സ്തോത്രം. 4-ാം ദിവസം ഞാൻ ഹല്ലേലൂയ അവിടെ വചനം ശുശ്രൂഷിക്കുക. വചനത്തിൽ എനിക്ക് വലിയ പ്രാവീണ്യമോ അതൊന്നും അറിയത്തില്ല. ഞാൻ ആദ്യമായി കേൾക്കുന്ന വചനമാ. സ്തോത്രം. പാസ്റ്റർ ഇങ്ങനെ പറയുന്നു. എന്റെ ശരീരത്തിന്റെ അവസ്ഥ കൊണ്ട് എനിക്ക് വചനങ്ങളൊന്നും അവിടെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. സ്തോത്രം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കത്തീഡ്രൽ യൂറിൻ ബാഗ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പോയത്. ആ ആലയത്തിൽ ചെന്നപ്പോ ഈ അഭിഷേകം പ്രാപിച്ച് ഞാൻ ശരീരമൊക്കെ ഷെയ്ക്ക് ചെയ്തപ്പോഴത്തേന് യൂറിൻ, ഈ ബാഗ് കത്തീഡ്രലൊക്കെ ഷെയ്ക്ക് ചെയ്ത് യൂറിൻ ലീക്ക് ചെയ്യാൻ തുടങ്ങി. സ്തോത്രം. അപ്പൊ എന്റെ വസ്ത്രം നനയുമോ, എന്റെ ബെഡ് നനയുമോ, ഇങ്ങനെയുള്ള ടെൻഷൻ കാരണം ഞാൻ ഇങ്ങനെ സ്തോത്രം കുറച്ചു നേരത്തേക്ക് ഞാൻ ചോദിച്ചു, എന്താ ദൈവമേ സ്തോത്രം, എനിക്ക് സൗഖ്യം നടന്നില്ലെങ്കിൽ എനിക്ക് യൂറിന്റെ ഒരു ഹല്ലേലൂയ സ്തോത്രം കൺട്രോൾ എങ്കിലും തരാൻ കഴിയുമോ പറ്റത്തില്ലെന്ന് ഞാൻ ദൈവത്തോട് ചോദിപ്പാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വചനം ദേവദാസൻ ഇങ്ങനെ പറയുക, വെള്ളിയും പൊന്നും. അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായം സ്തോത്രം 7-8 ഒക്കെ വാക്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു.
ഇത്ര ഞാൻ കേട്ടുള്ളൂ. സ്തോത്രം. അപ്പോഴാണ് ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ, എന്റെ യൂറിന് ഒരു കൺട്രോളെങ്കിലും നിനക്ക് തരാൻ കഴിയില്ലേ? അപ്പം സ്തോത്രം, പ്രിയമുള്ളവരെ, സ്തോത്രം, പെട്ടെന്ന് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. പുൾപിറ്റിൽ ഒത്തിരി ദൂരെയാണ്. സ്തോത്രം. പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന ദൈവദാസൻ ഈ കാറ്റ് വരുമ്പോൾ മരമൊക്കെ പെടന്ന് വീഴുന്ന ഒരു അനുഭവം പോലെ ആ ദൈവദാസൻ ഇങ്ങനെ പാഞ്ഞ് എന്റെ അടുക്കലോട്ട് വരുന്നതായിട്ട് ഞാൻ കണ്ടു. പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല. ഒരു 4 വിരൽ എന്റെ ഇവിടെ വന്ന് പതിച്ചു. സ്തോത്രം. ഞാൻ ഇരുന്ന സ്ഥലത്ത് നിന്ന് 4 പേര് കൂടി എടുത്തുകൊണ്ട് പോയി ബെഡേല് 2 തലയണ വെച്ച് ചാടിയിരുന്ന് ഞാൻ ആലയത്തിന്റെ മധ്യത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. അന്ന് സ്തോത്രം, എന്റെ കൂടെ ഉള്ളവർ ഈ ആലയത്തിൽ അല്ല ഈ മീറ്റിങ്ങിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അതൊന്നും നോക്കിയില്ല. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം, മധ്യത്തിലേക്ക് ചെന്നപ്പോൾ അപ്പൊ ഞാൻ എന്റെ ജീവിതത്തില് ഈ പെന്തക്കോസില് ഒക്കെ ചെന്നപ്പോ എല്ലാവരും ആഭരണങ്ങളൊക്കെ ഇടാതെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു താല്പര്യമില്ലായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, ഞാനൊരു കുഞ്ഞു മാലയും 2 ചെറിയ സ്റ്റെഡും ഇട്ടോട്ടെ, ഞാൻ പെന്തക്കോസിലോട്ടൊക്കെ വന്നോളാം, ഇട്ടോട്ടെ എന്നൊന്ന് ചോദിച്ചു. ആദ്യം ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു കർത്താവിനോട്, കർത്താവ്, ഞാൻ ഈ സ്വർണ്ണം എല്ലാം ഉപേക്ഷിച്ചിട്ട് ദൈവത്തിലേക്ക് വന്നേക്കുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോ ഞാൻ പിന്നെയും ദൈവത്തോട് ചോദിച്ചു, ഒരു ചെറിയ കമ്മലും ഒരു ചെറിയ മാല ഇട്ടോട്ടെ എന്ന്. സ്തോത്രം. ഞാൻ ആഭരണം ഇടരുതെന്ന് പറയുന്നില്ല, ഇട്ടോളാൻ പറയുന്നില്ല. ഇത് രണ്ടുമല്ല. എന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ അനുഭവം എന്നോട് ദൈവം സംസാരിച്ചു. ഞാൻ ഹല്ലേലൂയ, ആത്മാവ് എന്നെ എടുത്ത് ആലയത്തിന്റെ മധ്യത്തിൽ ചെന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു. അന്ന് വരെയും കേൾക്കാത്ത ഒരു ശബ്ദം. ഹല്ലേലൂയ, സ്തോത്രം. വിവാഹം കഴിയുമ്പോൾ ആദ്യ രാത്രിയല്ല, പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് സ്നേഹം കൂടുമല്ലോ. അപ്പൊ ഭർത്താക്കന്മാർ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും, അല്ലെ? സ്തോത്രം. വലിയ 5 പവന്റെ മാലയൊക്കെ അവർ ചോദിച്ചാൽ നമ്മൾ ഊരിക്കൊടുക്കും. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ ഞാനൊരു ഇമ്പ സ്വരം കേൾക്കുകയാണ്. സ്തോത്രം. നമുക്ക് ഇതൊന്നും വേണ്ട. പ്രിയമുള്ളവരെ, കേട്ടത് അറിഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ പെട്ടെന്ന് എന്റെ കാതിലെ കമ്മൽ ഊരിയപ്പോ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഇത് ഈ ആലയത്തിന്റെ പുനരുദ്ധാരണത്തിന് കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. എനിക്ക് നടക്കത്തില്ല, ഞാൻ ഊരി എറിഞ്ഞു. സ്തോത്രം. അഭിഷേകം എന്റെ മേൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് എന്നെ തൊട്ടപ്പോൾ എന്റെ കഴുത്തിൽ ഒരു ചെറിയ മാലയും ഒരു അരപ്പവന്റെ താടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പൊട്ടി താഴെ പോയി. സ്തോത്രം. ഞാൻ പെട്ടെന്ന് മാല തപ്പുക പറിച്ചെറിയാൻ വേണ്ടിയിട്ട്. സ്തോത്രം. പക്ഷെ മാലയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പെട്ടെന്ന്, ഇതൊന്നും അല്ല എന്റെ വിഷയം, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നിന്നെ കാണണം എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉടനെ ദൈവശബ്ദം ആദ്യമായിട്ട്, സ്തോത്രം, ഇവിടെ വെച്ച് ഞാൻ ഒരു അശരീതിയാണ് കേട്ടത്. അവിടെ വെച്ച് ഞാൻ ഒരു ഹോളി സ്പിരിറ്റിന്റെ ശബ്ദം എന്നോട് പറയുകയാണ്. സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. എബ്രായർ ലേഖനം. പിന്നീടാണ് ഞാൻ ഇതൊക്കെ പഠിച്ചത്. 12-ാം അധ്യായം. ഹല്ലേലൂയ, സ്തോത്രം. 10-12 തോന്നുന്നു. സ്തോത്രം. ശുദ്ധീകരണം കൂടാതെ. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഹല്ലേലൂയ, ഇത്രയേ ഞാൻ കരഞ്ഞ് 10-12 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിനെ അറിഞ്ഞപ്പോ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി ഞാൻ എവിടെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ഞാൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അടുത്ത വചനം പെട്ടെന്ന് ഇറങ്ങി വരുവാ. സ്തോത്രം. ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. ഈ വചനം ഞാൻ ഇത് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ദേവദാസനോട് ചോദിച്ചാണ് ഇത് കണ്ടുപിടിച്ച്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യം. ഹല്ലേലൂയ, സ്തോത്രം ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴേക്ക് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ശുദ്ധിയുള്ളവളായല്ലോ, ഇനി എനിക്ക് യേശുവിനെ കാണണം. ഞാൻ വളരെ കരഞ്ഞു. സ്തോത്രം. കരഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, എന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഹല്ലേലൂയ ഈ സ്തോത്രം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം വലിയൊരു പ്രകാശം. എനിക്ക് ഇങ്ങനെയാണ് അത് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നത്. അന്നൊക്കെ കല്യാണത്തിന്റെ ഒക്കെ വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ വീഡിയോ വരുമല്ലോ നമ്മുടെ മുഖത്തേക്കൊക്കെ അടിക്കാനായിട്ട്. ആ വീഡിയോ വരുന്നത് പോലെ ഒരു പ്രകാശം വന്ന് എന്റെ മുഖത്തടിച്ചു. റൈറ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹല്ലേലൂയ ഒരു നല്ല ചൂടുള്ള ഒരു മന്ദമാരുതൻ പോലെ നല്ല ഒരു ഒഴുക്കുള്ള കാറ്റ് വന്നിട്ട് ഒരു ബ്ലാങ്കറ്റ് പോലെ എന്നെ ഇങ്ങനെ പൊതിഞ്ഞിട്ട്, സ്തോത്രം, പെട്ടെന്ന് ഹല്ലേലൂയ ആ ഒരു ചൂടുള്ള ഒഴുക്കുള്ള ഒരു ചൂടുവെള്ളം നമ്മുടെ ശരീരത്തിൽ പതിക്കുന്ന പോലെ ആ കാറ്റ് വന്നിട്ട് എന്നെ ഒഴുക്കി. ഹല്ലേലൂയ, സ്തോത്രം. സമയല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഒഴുകി, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ ഉയരത്തിലേക്ക് ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുവാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏകദേശം ആലയത്തിന്റെ മധ്യത്തിൽ ഈ പാനിന്റെ ആ ലെവലിന് ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴത്തന്നെ എന്റെ തലയിൽ ആരോ കൈവച്ച് ഹല്ലേലൂയ, സ്തോത്രം, പറയുക, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാൻ. അപ്പോൾ എനിക്കതൊരു വലിയ വിഷമായി. ഞാൻ ചോദിച്ചു, എന്നെ ആരാ തൊട്ടത്? എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എന്റെ യേശുവിന്റെ കൂടെ പോവുകയായിരുന്നല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ പിന്നീട് ഞാൻ ഹല്ലേലൂയ ഏകദേശം എങ്കിലും എന്റെ ശരീരത്തിന് എഴുന്നേൽക്കാൻ നോക്കി. ഒരു മുട്ട് കുത്തി എഴുന്നേൽക്കാൻ പറ്റി, പക്ഷെ മൊത്തമായി എഴുന്നേൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. സ്തോത്രം. പിന്നീട് ആ ആലയത്തിൽ ഞങ്ങൾ ഏകദേശം 42 ദിവസത്തോളം
അവിടെ നിന്ന് ആ ദേവദാസൻ ഞങ്ങൾക്ക് പല പ്രാവശ്യം ഘട്ടഘട്ടമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചും വചനങ്ങളെല്ലാം പഠിപ്പിച്ച് ഒരിക്കൽ പോലും ആ വചനത്തിൽ നിന്ന് പിന്മാറാത്ത വിധത്തിൽ ഞങ്ങളുടെ ദേവദാസിന്റെ പേര് MC ജോസഫ് എന്നാണ്. ആത്മചൈതന്യ ദൈവസഭയിലെ ദേവദാസനാണ്. സ്തോത്രം. ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചു. അങ്ങനെ ഞങ്ങള് സ്തോത്രം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് ദൈവം എന്നെ പേര് ചൊല്ലി വിളിച്ചു. സ്തോത്രം. ഒരു ദിവസം പാസ്റ്റർ പ്രസംഗിക്കുന്ന ആ സ്ഥലത്ത് നിന്നിട്ട് ഒരു അർദ്ധരാത്രിയിൽ ഞാനൊരു ശബ്ദം കേട്ടു, ജയകുമാരി എന്ന് ഒരു ശബ്ദം കേട്ടു. എന്നാൽ എന്റെ പേര് ജയകുമാരി എന്നാന്ന് ആർക്കും അറിയത്തില്ല. എല്ലാവരും എന്നെ ജയ ജയ എന്ന് വിളിക്കുന്ന. പിറ്റേ ദിവസം ഞാൻ രാവിലെ ദേവദാസനോട് ചോദിച്ചു, എന്റെ പേരറിയാമോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു ജയ എന്നല്ലേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല പാസ്റ്ററെ, എന്റെ പേര് ജയകുമാരി എന്നാ. ഇന്നലെ എന്നെ രാത്രി വിളിച്ചു. അപ്പോൾ എന്നോട് സ്തോത്രം ശമൂവേലിന്റെ പുസ്തകത്തിലെ എലി പുരോഹിതന്റെയും അവിടെ ശബ്ദം കേട്ട കാര്യങ്ങളൊക്കെ പാസ്റ്റർ പറയുവാനിടയായി. സ്തോത്രം. പിന്നീട് പല പ്രാവശ്യം ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിക്കുവാനിടയായി. സ്തോത്രം. അങ്ങനെ ഞങ്ങള് ഭവനത്തിലേക്ക് തിരിച്ചു പോരുന്നതിന് തലേ ദിവസം പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഈ ശബ്ദം കേട്ട ആ രക്ഷയും കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ആങ്ങളമാരൊക്കെ മുഖം ഇങ്ങനെ വിളിച്ചിട്ട്, ഇത്രയും ദിവസം അവിടെ പോയി താമസിച്ചിട്ട് നീ എഴുന്നേറ്റില്ലേ എന്ന് ചോദിച്ചു. സ്തോത്രം. അന്ന് തൊട്ട് ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൽ ഹല്ലേലൂയ. അതുവരെയും യേശുവിനെ കാണുവാൻ കുറെ കഷ്ടങ്ങളുണ്ടായി. എന്നാൽ പിന്നീട് ഹല്ലേലൂയ സ്തോത്രം, യേശുവിനെ കണ്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആത്മസാന്നിധ്യം ആയി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവുമായി വരുമ്പോൾ ഹല്ലേലൂയ ഇടയ്ക്കൊക്കെ ചില പെനീനയുടെ കുത്തുകൾ ഹല്ലേലൂയ ലഭിക്കുവാനിടയായി. സ്തോത്രം. എങ്കിലും ഒട്ടും തളർന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാനും എന്റെ അമ്മയും എന്റെ സഹോദരി ഞങ്ങള് ശക്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിരന്തരം പ്രാർത്ഥനയും കൂട്ടായ്മയും ഒക്കെ. ഞാൻ എങ്ങനെയെങ്കിലും എഴുന്നേൽക്കണമെന്ന് എന്റെ പിതാവിനും സഹോദരങ്ങൾക്കൊക്കെ ആഗ്രഹമുള്ളതുകൊണ്ട് ആർക്കും തടസ്സമൊന്നുമില്ല. അങ്ങനെ സ്തോത്രം ഞങ്ങൾ മുൻപോട്ട് പോയി. സ്തോത്രം. ദൈവം അതിശയകരമായി അമ്മ സ്നാനപ്പെട്ടു, എന്റെ സഹോദരി സ്നാനപ്പെട്ടു. എന്നാല് ദേവദാസൻ പറഞ്ഞു എഴുന്നേറ്റിട്ട് സ്നാനപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. 2011 വരെ നോക്കിയിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ 2011 ആയപ്പോഴും എനിക്ക് അതിയായ വാഞ്ചയുണ്ടായി. എല്ലാവരും സ്നാനപ്പെടുന്നുണ്ടല്ലോ, എങ്ങനെ സ്നാനപ്പെടും? യാതൊരു നിവൃത്തിയില്ല. പല ആലോചനകൾ കൊണ്ടുവന്നു. വീട്ടിലൊരു കുഴി കുത്തിയെ വെള്ളം നിറച്ചാലോ അല്ലെങ്കിൽ താർപോളിയും കെട്ടില്ല. പക്ഷെ എന്നാൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം, ഇവരൊക്കെ ഹല്ലേലൂയ സ്തോത്രം ആറ്റിൽ സ്നാനപ്പെട്ടതുപോലെ തന്നെ ഞാൻ ഹൈമനത്ത് ഹല്ലേലൂയ ഒരു ആറ്റില് സ്തോത്രം എന്നെ ഹല്ലേലൂയ സ്തോത്രം എടുത്ത് 4 പേര് കൂടി എടുത്ത് എന്നെ ആറ്റിൽ സ്നാനപ്പെടുത്തുവാൻ ഇടയായി. സ്തോത്രം. അങ്ങനെ ഞാനൊരു ദൈവവൈതലായി തീർന്നു. സ്തോത്രം. 2011 ക്രിസ്തുമസിന്റെ അന്ന് ഹല്ലേലൂയ സ്തോത്രം എനിക്ക് സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം മുൻപോട്ട് പോകുമ്പോൾ 2008 പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് സ്തോത്രം കർത്താവ് എനിക്കൊരു ദർശനം തന്നു. എന്റെ അമ്മ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതായിട്ട്. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു, കർത്താവ് എന്തൊരു പരിപാടിയാ ഇങ്ങനെ, ഞാനിങ്ങനെ കിടക്കുന്നു. എന്റെ അനിയത്തി, ഞങ്ങൾ രണ്ടുപേരും വിശ്വാസത്തിൽ വന്നുള്ളൂ. അവളെ കല്യാണം കഴിക്കണ്ട. അവള് സ്തോത്രം ഇത് കഴിഞ്ഞപ്പോൾ BTH പോയി ദൈവവചനം പഠിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഇനി ആര് വന്ന് കല്യാണം കഴിക്കും? അമ്മയെ കൊണ്ടുപോകല്ലോ. ഞാൻ കർത്താവ് ഉണ്ടായാലും ഞാൻ പറഞ്ഞു, ഞാൻ മുറുക്കി പിടിച്ചോണ്ടിരിക്കും, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ കർത്താവ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഭോഷത്വം പറയുന്നു, നമ്മൾ എന്തെല്ലാം മുറുക്കി പിടിക്കുന്നു. കർത്താവ് സ്തോത്രം നിശ്ചയിച്ചാൽ അതിനൊരു മാറ്റമില്ല. പ്രിയമുള്ളവരെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവളായിരിക്കുക. സ്തോത്രം. വിളക്ക് കത്തിച്ച് പറയും കീഴല്ല അത് തണ്ടിന്മേലത്ര വെക്കേണ്ടത്. വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശം തരും. പിന്നെയും ഞാൻ പറഞ്ഞു, കർത്താവെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ അമ്മേ നീ കൊണ്ടുപോകല്, ഞങ്ങള് ഇനി ഈ വീട്ടിൽ നിർത്തുന്നില്ല, എന്റെ ഒരു ശുശ്രൂഷയും ചെയ്യുന്നില്ല, ആലയത്തിലേക്ക് വിട്ടേക്കാം. ഒരു 15 വർഷം കൂടി 15 വർഷം എന്നിട്ട് ഞാൻ പറയുകയാണ്, 15 വർഷം ചെറുതാ. എന്റെ അമ്മ ജീവിച്ചിരിക്കുന്ന 15 വർഷം എനിക്ക് ചെറുതാ. എന്നാൽ ഹല്ലേലൂയ 15 വർഷം കൂടി തരണമെന്ന്. പക്ഷെ പ്രിയമുള്ളവരെ കർത്താവ് പറഞ്ഞു, സ്തോത്രം. ഇപ്പോഴോ ഒരു ദിവസം ഞാൻ രാത്രിയിൽ ഇങ്ങനെ അമ്മയ്ക്കും അമ്മയുടെ മുഖത്ത് നോക്കി പ്രാർത്ഥിച്ചിരുന്നപ്പോ എന്നോട് ശബ്ദം കേൾക്കുക, ഇപ്പോഴോ ഞാൻ പാനീയാഗം ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. തിമോത്തിയോസ് 4:6. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ വിശ്വസിച്ചില്ല. മരിച്ചു കിടക്കുമ്പോൾ ചിതയിലേക്ക് എടുക്കുന്നത് വരെയും അമ്മ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാനും എന്റെ അനിയത്തിയും വിശ്വസിച്ച് ഞങ്ങൾ ഒരു തുള്ളി കണ്ണുനീര് പോലും ഒഴിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഹല്ലേലൂയ ചിതയിലേക്ക് എടുത്തപ്പോൾ ഞങ്ങൾ ആകെ തകർന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ വളരെ പരിതാപകരമായിരുന്നു. സ്തോത്രമെങ്കിലും അതിന്റെ മധ്യത്തിൽ നടത്തി. ഹല്ലേലൂയ അത് 2008 വീണ്ടും 2011 പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഹല്ലേലൂയ സ്തോത്രം ഒരു ഓപ്പൺ ഹാർട്ട് ശസ്ത്രക്രിയയിൽ മാറ്റപ്പെട്ടു.
അതെനിക്ക് ഒത്തിരി ദുഃഖമുണ്ട്. ഇന്നത്തെ പോലെ ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം വിശ്വാസത്തിൽ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറയാമായിരുന്നു. എന്നാൽ ഒന്നും അറിയാതെ നഷ്ടപ്പെട്ടു പോയി. 2013 സ്തോത്രം എന്റെ പിതാവ് മാറ്റപ്പെട്ടു. അപ്പോൾ ഹല്ലേലൂയ ഞങ്ങൾ രണ്ടുപേരും ഒരു ചോദ്യചിഹ്നമായി. എങ്ങനെ വിവാഹം കഴിക്കും? ഹല്ലേലൂയ സ്തോത്രം. എന്നോട് എന്റെ ആങ്ങളമാര് പറഞ്ഞു, കല്യാണം ഞങ്ങൾ നടത്തിത്തരാം, ചെറുക്കനെ നീ കൊണ്ടുപോരാൻ പറഞ്ഞു. സ്തോത്രം. നീ അവളെ ഒരു ജോലിക്ക് പോലും വിടാതെ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനും വചനത്തിന് നിനക്ക് പ്രാർത്ഥിക്കാൻ കൂട്ടിനിരുത്തിയതല്ലെന്ന് ചോദിച്ചു. എന്നാൽ പ്രിയമുള്ളവരെ, ആങ്ങളമാരുടെയും സഹായം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അവരെല്ലാം ചെയ്തു തന്നു. എന്നാൽ ഹല്ലേലൂയ ഒരു കല്യാണം ആരുമില്ല. ഹല്ലേലൂയ ദൈവം ഒരു കല്യാണം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിവാഹം കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു കുഞ്ഞുമായി അവര് വളരെ സന്തോഷത്തോടെ ദൈവസന്നിധിയില് ഹല്ലേലൂയ കർത്താവിന്റെ അവർക്ക് കഴിയുന്ന വിധം ദൈവവേലയൊക്കെ ചെയ്ത് ഹല്ലേലൂയ മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ മുൻപോട്ട് പോകുമ്പോൾ 2017 ഹല്ലേലൂയ സ്തോത്രം എന്റെ മൂത്ത ബ്രദർ ബാബു ഹല്ലേലൂയ അല്പം മദ്യപാനിയായിരുന്നു. ലിവർ സിറോസിസിന്റെ രോഗത്താൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വളരെ ഗുരുതരാവസ്ഥയിൽ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് എന്ത് ഡോക്ടർമാർ ചോദിച്ചു, എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ തുടങ്ങിയുള്ളൂ, ഇവിടുത്തെ പേര് കളയാനാണോ? ഇദ്ദേഹം മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. വന്ന് ദൈവം ഹല്ലേലൂയ വാസ്തവമായി ഞാനൊരു പകൽ സമയം ഈ ഭാഗത്തെങ്ങും ആരുമില്ല. അപ്പൊ എന്റെ നാത്തൂൻ ജോലിക്ക് പോയപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങല്ലോ, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാണോ, ഇവിടെ എങ്ങും ആരുമില്ലെന്ന് പറഞ്ഞു. ഞാൻ സ്തോത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. പക്ഷെ എനിക്ക് വളരെ ഭാരം ഉറക്കം തൂങ്ങിയിട്ട് ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോ എന്റെ ഈ വാതക്കൽ ഒരാൾ വന്ന് നിൽക്കുക. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഈ കയ്യിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം ഒരു കയ്യില് നമ്മുടെ ഈ കറുത്ത സത്യവേദ പുസ്തകം ഹല്ലേലൂയ ഒരു കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ കയ്യിന്റെ ഹല്ലേലൂയ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു ഉറവ പൊട്ടി ഒഴുകുന്ന പോലെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുക. ബ്ലഡ് ഇങ്ങനെ ഒഴുകിയിട്ടത് താഴെ ഇങ്ങനെ ഹല്ലേലൂയ സ്തോത്രം ഈ റൂമിന്റെ അപ്പുറത്തെ റൂമിൽ ഇങ്ങനെ ഒഴുകുക. അപ്പൊ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, എനിക്കറിയത്തില്ല, എനിക്ക് യേശു ആണെന്നൊന്നും നമുക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, എന്താണിത്? അത് അപ്പോഴേക്കും പെട്ടെന്ന് ഈ വാതക്കിലേക്ക് വന്നു നിന്നു. ഞാൻ സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മള് കർത്താവിന്റെ മേഘപ്രത്യക്ഷതയില് ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. നമ്മള് സ്തോത്രം കണ്ണിമയ്ക്കുന്ന സമയം നമ്മള് മറുരൂപം പ്രാപിക്കുമെങ്കിലും ഞാൻ ഈ കട്ടിലിൽ കിടന്ന് ഞാൻ ഒറ്റച്ചാട്ടത്തിന് യേശു അപ്പച്ചനെ മാറോട് പറ്റിച്ചേർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് ഞാൻ നോക്കുമ്പോൾ പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ ആ സായുജ്യത്തിൽ അങ്ങനെ ആയിപ്പോയി. പിന്നീട് ഞാൻ നോക്കുമ്പോൾ യേശു അപ്പച്ചന്റെ അടുക്ക് ഞാൻ നിൽക്കുക. സ്തോത്രം. ഞാൻ പെട്ടെന്ന് യേശുവിനോട് പറഞ്ഞു, അപ്പ എനിക്ക് വചനം പറയാനൊരു ശക്തി തരണേന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞാൻ സൗഖ്യം ചോദിച്ചില്ല. എനിക്കറിയത്തില്ല, ഞാനല്ല ചോദിച്ചത്, എന്റെ ആത്മാവ് വചനം പറയുവാനുള്ള ശക്തി തരണേന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശു അപ്പച്ചൻ ഇങ്ങനെ ഒരു വിരല് കൊണ്ട് എന്റെ കൈത്തണ്ടയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് സ്പർശിച്ചു. അത് ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിന്റെ സ്പർശനം നാം എങ്ങനെ കേൾക്കുന്നോ അതുപോലൊരു സ്പർശനം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച എന്റെ തലയിൽ ഒന്ന് കൈവച്ച് അനുഗ്രഹിക്കണമേ. അപ്പോ എന്നോട് പറയാണ്, സ്തോത്രം, ഞാൻ നിന്നെ തൊട്ടില്ലേ, അത് മതി എന്ന് പറഞ്ഞ് പുഞ്ചിരിച്ചു കണ്ട് അപ്രത്യക്ഷമായി. സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ ഞാന് സ്തോത്രം എനിക്കൊരു ഭയവും വിറയലും എല്ലാം അനുഭവപ്പെട്ടു. ഞാൻ കരഞ്ഞു 1 മണിക്കൂർ കട്ടിലേ കിടന്നു. ഇവിടെ എങ്ങും ആരുമില്ല. സ്തോത്രം. ഞാൻ പെട്ടെന്ന് ഫോൺ വിളിച്ച് എന്റെ അനിയത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ഇന്ന് എന്റെ അടുക്കൽ യേശു വന്നു എന്ന് ഞാൻ അനിയത്തിയോട് പെട്ടെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം. ആ സമയം എന്റെ ബ്രദർ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ സൗഖ്യമായി. സ്തോത്രം. പ്രിയമുള്ളവരെ, വീണ്ടും 1 വർഷം കൂടി നല്ല ആരോഗ്യത്തോടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം പ്രിയപ്പെട്ടവന് ജീവിപ്പാനായിട്ട് ദൈവം അനുവദിച്ചു. എന്നാൽ ഹല്ലേലൂയ അവന്റെ സമയം വന്നപ്പോൾ 2018 അവന് മാറ്റപ്പെട്ടു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ 2019 ഹല്ലേലൂയ സ്തോത്രം വീണ്ടും ഞാൻ എങ്കിലും പ്രത്യാശ കൈവിടാതെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എനിക്ക് ഒരു ചർച്ചിൽ പോകാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം ആരാധിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, സ്തോത്രം കർത്താവേ ഹല്ലേലൂയ എന്റെ കൂടെ ഒന്ന് ആരാധിക്കാൻ എനിക്ക് അഭിഷേകമുള്ള ഒരു 3-4 ദൈവ പൈതങ്ങളെ തരണമേന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ സ്തോത്രം ഉപവസിച്ച് പ്രാർത്ഥിച്ച് 21 ദിവസം അതിന്റെ അവസാനം 3 ദിവസം വെള്ളം കുടിക്കാതെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹല്ലേലൂയ ഉപവാസം തീർന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അന്നൊക്കെ എനിക്ക് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, അപ്പച്ച എന്നെ 3 മണിക്കൊന്ന് വിളിക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു. അപ്പോൾ 3 മണിയായി. സ്തോത്രം. ഞാൻ കണ്ണു തുറന്നിട്ട് എന്റെ ക്ഷീണം കൊണ്ട് ഞാൻ എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. അപ്പോൾ സ്തോത്രം എന്റെ ഹല്ലേലൂയ ഇവിടെ നിന്ന് എന്റെ കൈത്തണ്ടയിൽ ഇങ്ങനെ ആരോ ഒരാൾ വിരൽ കൊണ്ട് കുത്തുന്ന പോലെ തോന്നി. എനിക്കറിയാമായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന്. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. സ്തോത്രം പറഞ്ഞിട്ട് വീണ്ടും കിടന്നു.
ഹാലലിയ കടന്ന് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം. പ്രിയമുള്ളവരെ, അതാണ് എൻ്റെ ജീവിതത്തിന്റെ വഴിത്തിരിവ്. ആ ശബ്ദം ഹാലലിയ നാം ആരും കേട്ടിട്ടുള്ള ശബ്ദമല്ല. നമ്മുടെ ഹാലലിയ നല്ല ശക്തിയുള്ള ഒരു പുരുഷൻ ഹാലലിയ നമ്മളോട് സംസാരിക്കുന്നത് പോലെ എന്നോട് പറയുകയാണ്, സ്തോത്രം, ഞാൻ നിന്നെ ഉയർത്തുമെന്ന്. സ്തോത്രം, ഹാലലിയ സ്തോത്രം. 91 സങ്കീർത്തനം അവസാന ഭാഗം 14 തോന്നുന്നു. അവൻ എൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. സ്തോത്രം. യേശുപ്പച്ചൻ ഇത്ര പറഞ്ഞുള്ളൂ, അപ്പച്ചനെ ഒന്ന് അറിഞ്ഞാൽ മതി. സ്തോത്രം, ഹാലലിയ. അറിഞ്ഞാൽ ഉയർത്തുവാൻ നമ്മെ ഓരോരുത്തരെയും, എന്നെ മാത്രമല്ല പ്രിയമുള്ളവരെ, യേശു അപ്പച്ചനെ അറിഞ്ഞ ഹാലലിയ നമ്മെ ഓരോരുത്തരും, നാം ഏതെല്ലാം കഷ്ടതയിൽ കൂടി കടന്നു പോയാലും, ഏതെല്ലാം ഭാരത്തിൽ കൂടി പോയാലും, ഏത് പ്രതിസന്ധിയുടെ അഗാധമായ അടിത്തട്ടിലായിരുന്നാലും ഹാലലിയ സ്തോത്രം. ആ യോന മത്സ്യത്തിന്റെ അടിത്തട്ടിൽ കിടന്നുകൊണ്ട് നിലവിളിച്ച് ആ നിലവിളി ദൈവം കേട്ടില്ലേ? ഹാലലിയ സുരക്ഷിതമായി അക്കരെ എത്തിച്ചില്ലേ? അതുപോലെ പ്രിയമുള്ളവരെ സ്തോത്രം, നാം ഏത് ദുഃഖത്തിന്റെ അടിത്തട്ടിലായിരുന്നാലും അവിടുന്ന് നമ്മെ ഉയർത്തുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ സ്തോത്രം, അന്ന് മുതൽ ഹാലലിയ കർത്താവ് എന്നെ ഒരു ശുശ്രൂഷയിലേക്ക് വിളിച്ചു. 2019 ആദ്യ വാരം ഹാലലിയ സ്തോത്രം, ഞാൻ ദൈവത്തോട് ചോദിച്ചതുപോലെ ഒരു ചെറിയ വാട്സപ്പ് മിനിസ്ട്രി, ഞാനും എൻ്റെ അനുജത്തി, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള പലരും ആ മിനിസ്ട്രി തുടങ്ങുവാനിടയായി. എനിക്ക് ഒറ്റ ഇതേ ഉള്ളൂ, 24 മണിക്കൂറും പ്രാർത്ഥിക്കണം. അതിനായി ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഹാലലിയ സ്തോത്രം 24 ഓരോരുത്തർ എന്നോട് പറഞ്ഞു, ജയസിസ്റ്റർ ഞങ്ങളെയും കൂടെ ചേർക്കാമോ എന്ന് ചോദിച്ച സ്തോത്രം. എൻ്റെ പാസ്റ്ററിന്റെ വൈഫുണ്ട് ഹാലലിയ സ്തോത്രം. ആ ചർച്ച് മെമ്പേഴ്സ് അനേകരുണ്ട് ഹാലലിയ സ്തോത്രം. ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവര് ഈ കോട്ടയത്തുള്ള ഒത്തിരി പേര് അതിനകത്തുണ്ട്. അങ്ങനെ ഞാൻ റീമ പ്രെയർ മിനിസ്ട്രി എന്നൊരു മിനിസ്ട്രി തുടങ്ങുവാനിടയായി. റീമ എന്ന ഹാലലിയ ദൈവത്തിന്റെ ഹാലലിയ സ്തോത്രം, ഹാലലിയ സ്തോത്രം. ആ വേട് ഹാലലിയ നമ്മുടെ കാതുകളിൽ കേൾക്കുന്ന ആ നേരിട്ടുള്ള ദൈവശബ്ദം ഹാലലിയ, അത് ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വേടാണ്. എനിക്ക് എപ്പോഴും ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. എൻ്റെ ഭാരത്തിലും പ്രയാസത്തിലും ഞാൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഞാൻ ഹാലലിയ സ്തോത്രം ആകുലപ്പെടുമ്പോൾ, എൻ്റെ കണ്ണൊന്ന് നനയുമ്പോൾ ഹാലലിയ സ്തോത്രം ദൈവം എന്നോട് ഹാലലിയ ഇടപെടും. ആ ശബ്ദം ഞാൻ കേൾക്കും. അതുകൊണ്ട് ഹാലലിയ സ്തോത്രം കേൾപ്പിച്ച ശബ്ദം ഹാലലിയ അത് പ്രവൃത്തിയായി സൗഖ്യമായി വിടുതലായി പരിണമിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ പ്രെയർ മിനിസ്ട്രി തുടങ്ങുവാനിടയായി. ഇന്ന് സ്തോത്രം കർത്താവ് ഇന്ന് നടത്തുന്നു. അടുത്ത ഓഗസ്റ്റ് 24 ആകുമ്പോൾ 5 വർഷമാകും. സ്തോത്രം. ഒരു ദിവസം പോലും കൂട്ടായ്മയും ആരാധനയും മുടക്കാതെ കർത്താവ് ഇന്ന് വരെ നിലനിർത്തി. സ്തോത്രം, ഹാലലിയ. ദൈവം ഹാലലിയ സ്തോത്രം, ഹാലലിയ. ആദ്യം ഹാലലിയ സ്തോത്രം സഹോദരി പറഞ്ഞു, നമ്മെ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവം ഹാലലിയ കടത്തിവിടും. കഷ്ടങ്ങൾ മാത്രമാണോ? അല്ല. ഹാലലിയ സ്തോത്രം. കഷ്ടത്തിന്റെ മധ്യത്തിൽ നമുക്ക് ആശ്വാസമുണ്ട്, വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, മാനമുണ്ട്, മഹത്വമുണ്ട്, ഉയർച്ചയുണ്ട്, നിത്യതയുണ്ട്. ഹാലലിയ സ്തോത്രം. നമുക്ക് ഹാലലിയ നമ്മുടെ കർത്താവ് വരാനായി. യുഗായുഗങ്ങളോളം നമുക്ക് നമ്മുടെ ആത്മാ മണവാളനോട് ചേർന്ന് ആ നിത്യതയിൽ വാസം ചെയ്യുന്നത് ഓർത്താൽ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് എണ്ണുവാൻ കഴിയും. സ്തോത്രം. എനിക്ക് ഹാലലിയ സ്തോത്രം അനേക നഷ്ടങ്ങൾ കടന്നു വന്നു. എങ്കിൽ പോലും ഹാലലിയ കുടുംബജീവിതമില്ല, കുഞ്ഞുങ്ങളില്ല, അമ്മ നഷ്ടപ്പെട്ടു, അപ്പൻ നഷ്ടപ്പെട്ടു, സഹോദരൻ നഷ്ടപ്പെട്ടു. ഹാലലിയ സ്തോത്രം. എന്നാൽ ഹാലലിയ സ്തോത്രം കർത്താവുണ്ട്. സ്തോത്രം. കർത്താവ് മതി പ്രിയമുള്ളവരെ. ഹാലലിയ. അതുകൊണ്ട് നിങ്ങളൊക്കെ എൻ്റെ സഹോദരന്മാരെ, എനിക്ക് അനേക ആശ്വാസത്തിനായി ഞാൻ എപ്പോഴും നമ്മുടെ റോയ് പാസ്റ്ററിനെ ഞങ്ങളുടെ ദേവദാസന്മാരെയൊക്കെ വിളിക്കും. ആശ്വാസത്തിനായി നമ്മുടെ അപ്പൻ ആശ്വസിപ്പിക്കുന്ന പോലെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അനേക ശുശ്രൂഷകരായ ദേവദാസിമാരുണ്ട്, അവരെ വിളിക്കും. ഹാലലിയ സ്തോത്രം. അങ്ങനെ അനേക പ്രിയപ്പെട്ടവർ നമുക്ക് ഹാലലിയ അപ്പന്മാരായും അമ്മമാരായും മാർക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ഹാലലിയ ശിഷ്യന്മാർ ചോദിച്ചു, ഞാൻ ഇതൊക്കെ ഹാലലിയ ഞങ്ങൾ സ്തോത്രം ഇതൊക്കെ വിട്ടു വന്നാല് എന്ത് തരുമെന്ന് ചോദിച്ചു. എന്താ നമുക്ക് തരുന്നത്? സ്തോത്രം. ഹാലലിയ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉപദ്രവങ്ങൾ അനേക സഹോദരങ്ങളെയും നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെട്ട അമ്മയപ്പന്മാരെയും വീടോ വയലോ നിലങ്ങളോ എന്തൊക്കെ പോയാലും അത് കിട്ടും. അതിന്റെ കൂടെ ഉപദ്രവങ്ങളും ഉണ്ട്. സ്തോത്രം. ആയാൽ നമുക്ക് പ്രിയമുള്ളവരെ ആശ്വസിക്കുവാൻ വകയുണ്ട്, സന്തോഷിക്കുവാൻ വകയുണ്ട്. നമുക്കൊരു നിത്യതയുണ്ട്. നമ്മുടെ ലക്ഷ്യം നിത്യതയായിരിക്കണം. സ്തോത്രം. ഈ വചനങ്ങളാൽ ഹാലലിയ നമ്മെ എല്ലാവരെയും നമ്മുടെ യേശുപ്പച്ചൻ ഇന്ന് നിശ്ചയമായും അനുഗ്രഹിച്ചിരിക്കും. സ്തോത്രം. നമുക്കെല്ലാം ഹാലലിയ സ്തോത്രം. ഹാലലിയ ഇന്നത്തെ ഈ ശുശ്രൂഷ അതുപോലെ ഫേവാസിസ്റ്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് ആ പ്രിയ ബഹുമാനപ്പെട്ട ദൈവദാസിയിലൂടെ
ദൈവം നൽകി തന്നതുകൊണ്ട് സ്തോത്രം. നമുക്കൊക്കെ കടന്നു വന്നു ഓടി വന്ന് നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാം. നമുക്ക് ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയുള്ള മീറ്റിംഗ് ഉള്ളപ്പോൾ നമ്മുടെ സങ്കടത്തെക്കാൾ കൂടുതൽ നമുക്ക് ആശ്വസിക്കുവാനും സന്തോഷിക്കുവാനും ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്തോത്രം. ഇങ്ങനെയുള്ള ഗൂഗിൾ മീറ്റുകള്, സ്തോത്രം, അതുപോലെ സൂം മീറ്റിങ്ങുകളൊക്കെ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എത്രത്തോളം സമയം തന്ന പ്രിയ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ സിസ്റ്റർ വർഗീസ് പാസ്റ്റർ, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയത്തില്ല, സ്തോത്രം, പ്രാർത്ഥിച്ച സ്തോത്രം സഹായിച്ച പ്രിയ ദേവദാസി, നമ്മുടെ കുഞ്ഞ് പാട്ടുപാടിയ മോള്, സ്തോത്രം, ഇതിന്റെ ആരംഭത്തില് സ്തോത്രം, ആരംഭം തൊട്ട് അവസാനം വരെയും നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന നമ്മുടെ ഈ കുഞ്ഞുങ്ങളല്ലേ. നമ്മുടെ മീറ്റിങ്ങിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ സിസ്റ്ററെ, സ്തോത്രം. അപ്പൊ ഇവരാണ് നമ്മുടെ മീറ്റിങ്ങിന്റെ വിജയം. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരെയും ഹോളി സ്പിരിറ്റ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശുവിന്റെ സാന്നിധ്യം നാം ഏവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നു.